നിങ്ങളുടെ കയ്യിൽ കുറേ പൈസയുണ്ട്, കുറേ പവറുണ്ട്, ഹോൾഡ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പോലീസിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. നിങ്ങളൊരു കുറ്റം ചെയ്ത് അതിന്ന് പോലീസ് അന്വേഷണത്തിൽ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടാം. ഇനിയിപ്പോൾ അതല്ല, നേരെ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു വക്കീലിനെ വെച്ച് നല്ല പൈസ ഇറക്കി ലക്ഷങ്ങൾ സിറ്റിങ്ങിന് വാങ്ങുന്ന വക്കീലിനെ വെച്ച് നിങ്ങൾക്ക് കേസ് വാദിച്ച് ജയിക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ഇത് രണ്ടുമല്ല, നിങ്ങൾക്കൊരു ബാഡ് ഇമേജ് വന്നു, മോശം ഇമേജാണ് ഇപ്പോൾ ഇൻ്റർനെറ്റിലും ആൾക്കാരുടെ ഇടയിൽ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഫേക്ക് ചാരിറ്റിയൊക്കെ ചെയ്ത് നന്മമരമായി, അയ്യോ നോക്കൂ എത്ര ചാരിറ്റി ചെയ്യുന്ന ആളെന്നൊക്കെ പറഞ്ഞ് ആൾക്കാരുടെ ഒരു ബാഡ് ഇമേജിൽ നിന്നും രക്ഷപ്പെടാം, നന്മമരം ആവാം. പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു ടീംസ് ഉണ്ട്. അതാണ് ഇൻ്റർനെറ്റിലെ ആൾക്കാർ, പീപ്പിൾ ഓഫ് ഇൻ്റർനെറ്റ് എന്ന് നമ്മൾ വിളിക്കുന്ന ആ ആൾക്കാരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. അതിപ്പോൾ നിങ്ങളൊരു പ്രൈവറ്റ് പേഴ്സണാണ്, നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ കാര്യങ്ങളൊന്നും ഈ ഇൻ്റർനെറ്റിൽ ഷെയർ ചെയ്യാത്ത ആളാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് അറിയില്ലല്ലോ, പിന്നെ തപ്പിയെടുക്കാൻ പറ്റില്ലല്ലോ. എന്നാലും തപ്പിയെടുക്കും, പക്ഷെ എന്നാലും അങ്ങനെ എടുക്കാൻ കിട്ടില്ല. പക്ഷെ നിങ്ങളൊരു ഫേമസ് പേഴ്സണാലിറ്റിയാണ് അല്ലെങ്കിൽ സെലിബ്രിറ്റി ആണെങ്കിൽ, നിങ്ങൾ ഫുൾ ടൈം ഇൻ്റർനെറ്റിലാണെങ്കിൽ നിങ്ങൾ മോനെ സൂക്ഷിച്ചോ, തോന്നിയ മാസം ഓരോന്ന് ചെയ്താൽ നിങ്ങൾ പെടും, ഇല്ലെങ്കിൽ പെടുത്തും ആൾക്കാർ. അതാണ് ഈ ആൾക്കാർ ഓഫ് ഇൻ്റർനെറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ ഡിസ്കോഡ് മോഡ്സും റെഡിറ്റ് മോഡ്സിനൊക്കെ ഒരു പുച്ഛമായിരുന്നു എല്ലാവർക്കും ഇതുവരെ. പക്ഷേ ഇനി അങ്ങനെയല്ല, ടിക്ടോക്കിലെ ആൾക്കാരൊക്കെയാണ് ഇപ്പം കേസ് തെളിയിക്കുന്നത്. ആലോചിച്ച് നോക്ക്, ടിക്ടോക്കിലെ ആൾക്കാർ ഓരോ കാര്യങ്ങളെടുത്ത് റിസർച്ച് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കയറിപ്പോയി, ഇതാ ഇവനാണ് കുറ്റം ചെയ്തതെന്ന് പോലീസിന് പറഞ്ഞു കൊടുക്കുകയാണ് ഇപ്പോൾ. ആലോചിച്ച് നോക്ക്, അതാണ് ഇവിടെ നടക്കുന്ന. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് സിംഗറായിട്ടുള്ള, അതേപോലെ സെലിബ്രിറ്റി ആയിട്ടുള്ള ഡേവിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചങ്ങായിയുണ്ട്. പുള്ളിക്കാരൻ്റെ ഒരു കേസിൽ പെട്ടു. ആലോചിക്കണം, ഇപ്പോഴും ഈ വീഡിയോ ചെയ്യുന്നത് വരെ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയോ ഇയാൾക്കെതിരെ ഒരു തെളിവുണ്ട് എന്ന് എവിടെയും പബ്ലിക്കിൽ വന്ന് പറയുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഇൻ്റർനെറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇയാൾക്കെതിരെയുള്ള തെളിവുകളും ഇയാളാണ് കുറ്റം ചെയ്തത് എന്ന് തെളിയിച്ചു കഴിഞ്ഞു. പോലീസിന് വേണമെങ്കിൽ ഇനി അതൊക്കെ നോക്കി ടിക്ടോക്ക് വീഡിയോസ് നോക്കിയിട്ട് വേണമെങ്കിൽ എവിഡൻസ് എഴുതിയെടുക്കുക. അത്രയും തെളിവുകളാണ്, ഫുള്ള് തെളിവുകളാണ് ഇതിലവിടെ കിടക്കുന്നത്. ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു സ്റ്റോറിയാണ്. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, അവർ സമ്മതിക്കില്ല. നിങ്ങൾ എന്തെങ്കിലും തോന്നിയാസം ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ 10 കൊല്ലം മുന്നേ ചെയ്തതാണെങ്കിൽ അതിൻ്റെ അടിയാധാരം വരെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് പിള്ളേർ. അപ്പോൾ പുതിയ പിള്ളേരിനെ ഇത് പുച്ഛിക്കുന്നതിന് മുന്നേ ഇതൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ചു എല്ലാവരും. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കേസാണ്. നമുക്ക് അതിൻ്റെ ഡീപ്പ് ഡൈവ് തന്നെ ചെയ്യാം. 30 വയസ്സിന് മേലുള്ളവർക്ക് ഡേവിഡ് എന്ന് പറഞ്ഞാൽ ആരാന്നൊന്നും അറിയുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഒരു ഫ്രഷ് ഒരു ലുക്കാണ്. നിങ്ങൾക്ക് ആരാ ഡേവിഡ് എന്നും എന്താ സംഭവം എന്നും എന്താണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്നും എല്ലാം പറഞ്ഞു തരാം, പേടിക്കൊന്നും വേണ്ട. ലെറ്റ്സ് ഗോ. എല്ലാം നടക്കുന്നത് സെപ്റ്റംബർ 8 2025, ഈ മാസം തന്നെ സെപ്റ്റംബർ 8 ഹോളിവുഡ് ഹിൽസിൽ ഒരു ഈ പിടിച്ചിട്ട് വരുന്ന ഈ ടോ ചെയ്തിട്ട് വരുന്ന കാറുകളൊക്കെ കൊണ്ടിടുന്ന ഒരു യാർഡുണ്ട്. ആ ഒരു യാർഡിൽ ഒരു ബ്ലാക്ക് കളർ ടെസ്ല കുറച്ച് കാലമായിട്ട് അവിടെ ഉണ്ട്, കുറച്ച് ദിവസമായിട്ട്. അപ്പം നോക്കുമ്പോൾ അതിൽ നിന്ന് എന്തോ ഒരു ഫൗൾ സ്മെല്ല് വന്നിട്ട് ആ യാർഡിലെ ആൾക്കാർ പോലീസിനെ വിളിക്കുകയാണ്. പോലീസ് വരുന്നു, LAPD ലോസ് ആഞ്ചലസ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ വരുന്നു, ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൽ ഫ്രങ്ക് എന്ന് പറയും. അതായത് ഈ ഇലക്ട്രിക് കാറിനൊക്കെ അറിയാമല്ലോ, ഫ്രണ്ടിലൊരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ടാവും. ഫ്രങ്ക് എന്നൊക്കെയാണ് അവർ പറയുന്നത്, എല്ലാവരും അങ്ങനെ തന്നെ പറയുന്നത്, ഫ്രങ്ക്. അപ്പോൾ ഫ്രങ്ക് എന്ന് തുറന്നു നോക്കിയപ്പോൾ അതിലൊരു ഡീകമ്പോസ്ഡ് ബോഡി പാർട്സ്, ആരുടെയാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. കുറച്ച് ബോഡി പാർട്സ് അഴുകിയ രീതിയിൽ കുറച്ച് കാലമായിട്ട് മരിച്ച ഒരു വ്യക്തിയുടെ, ആരാന്നൊന്നും അറിയില്ല, അവരുടെ ബോഡി പാർട്സ് കിട്ടുകയാണ്. എന്ത് ചെയ്യണം? അന്വേഷിക്കണം. ആദ്യം അന്വേഷിച്ചു, കാർ ആരുടെയാണെന്ന് അന്വേഷിച്ചു. കാർ ആരുടെയാണ് എന്ന് അന്വേഷിച്ചപ്പോഴാണ്
ഇപ്പോൾ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന ഡേവിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ചങ്ങായിൻ്റെയാണ്. ടിക്ടോക്കിലും റീൽസിലൊക്കെ ഇയാളുടെ പാട്ട് കുറേ വൈറലായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഭയങ്കര ഒരു കൈൻഡ് ഓഫ് ഒരു എന്താ പറയുക, റോഡ് ടു സ്റ്റാർഡം എന്നൊക്കെ പറയില്ല, അത് വളർന്ന് ഇങ്ങനെയാണ് ആ ഡേവിൻ്റെ ഗ്രാഫ് പോകുന്നത്. അപ്പോൾ ഇത് ഇവിടെ എത്തി നിൽക്കുകയാണ്, ഇവിടെയാണ് ടോപ്പ്, ഇവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ആളുടെയാണ് ഈ കാറ്. ഹോളിവുഡിലെ കാര്യമൊക്കെ അറിയാമല്ലോ, ഒരാൾക്ക് തന്നെ 10-20 കാറുണ്ടാവും. അത് ചിലപ്പോൾ ആരെങ്കിലും അടിച്ച് മാറ്റിയിട്ട് ശവം കൊണ്ട് ഇട്ടതായിരിക്കും എന്ന് ആദ്യം വിചാരിച്ചു. കാരണം സെലിബ്രിറ്റീസിനൊക്കെ കുറേ കാറുണ്ട്, അത് ചിലപ്പോൾ മാനേജർ ഉപയോഗിക്കും, അവരുടെ അസിസ്റ്റൻസ് ഉപയോഗിക്കും, അതൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല. അത് പറഞ്ഞിട്ട് അതൊന്നും ഇയാളുടെ ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തോ അതൊന്നും പറ്റില്ല. അപ്പോൾ ആരുടെയാണ് ഈ ബോഡി ഒരാളുണ്ടല്ലോ, ഇപ്പോൾ DNA ഒക്കെ ചെക്ക് ചെയ്യണം. ഒരാഴ്ച എടുത്തു കേട്ടോ. കാരണം അത്രയും അൺറെക്കഗ്നൈസബിൾ ആയിരുന്നു ബോഡി. ആണിൻ്റെ ആണോ പെണ്ണിൻ്റെ ആണോ ഒന്നും ആദ്യം മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു എന്നാണ് ഇവരുടെ പോലീസ് റിപ്പോർട്ടിലെല്ലാം പറയുന്നത്. ഒരാഴ്ച എടുത്തു ഈ ബോഡി ആരിൻ്റെ ആണെന്ന് മനസ്സിലാക്കാൻ, DNA ടെസ്റ്റെല്ലാം ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നോക്കിയപ്പോൾ 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെയാണ്. 15 വയസ്സുള്ളൂ. അതാണ് മെയിൻ കാര്യം. ആലോചിച്ച് വെച്ചു. സെലസ്റ്റ് റിവാസ് ഹെർണാണ്ടസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയുടെയാണ് ഈ ഒരു ബോഡി. അപ്പോൾ എന്താണ് ഈ സെലസ്റ്റിൻ്റെ സ്റ്റോറി എന്താണ് നോക്കിയപ്പോൾ, ഷീസ് മിസ്സിങ് സിൻസ് ഏപ്രിൽ 2024. അതായത് 1 കൊല്ലമായിട്ട് മിസ്സിങ് ആണ് ഈ പെൺകുട്ടി. മിസ്സിങ് പോസ്റ്ററൊക്കെ ഉണ്ട്. സെലസ്റ്റിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഫാമിലിയും അവിടുത്തെ ആൾക്കാരും ഒക്കെ കൂടി, അവൻ്റെ ഫാമിലി ഫ്രണ്ട്സൊക്കെ കൂടി ഇറക്കിയ മിസ്സിങ് പോസ്റ്റർ വരെ ഉണ്ട്. അപ്പോൾ ശരിക്കും മിസ്സിങ് തന്നെയാണ് ഇപ്പോൾ ഈ പെൺകുട്ടി, തമാശ പറയല്ല. മിസ്സിങ് ആവുന്ന സമയത്ത് ഈ പെൺകുട്ടിക്ക് ഒരു 13 വയസ്സുള്ളൂ, 13-14 വയസ്സുള്ളൂ മിസ്സിങ് ആവുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ സെലസ്റ്റ് റിവാസ് ആണെന്ന് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ പറഞ്ഞു റൈറ്റ് ഇൻഡെക്സ് ഫിംഗറിൽ എന്ന് പറഞ്ഞിട്ടൊരു ടാറ്റു ചെയ്തിട്ടുണ്ടെന്ന്. SH കുത്ത് എന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര ഫേമസ് ടാറ്റു ആണ്, റിഹാനിൻ്റെ കയ്യിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് അവിടുത്തെ ഒരു സംഭവമാണ്, റൈറ്റ് ഇൻഡെക്സ് ഫിംഗറിൽ കേട്ടോ. പിന്നെ വേറൊരു കാര്യം അമ്മ പറഞ്ഞത്, ഈ പെൺകുട്ടിക്ക് ഈ 14-13 വയസ്സുള്ള അന്ന് മിസ്സിങ് ആയിരുന്നപ്പോൾ ഡേവിഡ് എന്ന് പേരുള്ള ഒരു ബോയ് ഫ്രണ്ട് കൂടി ഉണ്ട് എന്ന് പറഞ്ഞു. ഡേവിഡ് എന്ന പേരുള്ള ഒരു ബോയ് ഫ്രണ്ടും കൂടെ ഉണ്ട് എന്ന് അമ്മ മിസ്സിങ് ആയ സമയത്ത് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ, ആ ഡേവിഡാണോ ഈ കാറിൻ്റെ ഓണർ ഡേവിഡ്? അപ്പോൾ ഇത് ഡയറക്റ്റ് ഒരു കണക്ഷൻ കിട്ടിയല്ലോ. അമ്മ പറയുന്നു മൊഴിയിൽ പണ്ട് പറഞ്ഞിട്ട് ഡേവിഡ് എന്ന് പറഞ്ഞിട്ട് ബോയ് ഫ്രണ്ട് മിസ്സിങ് ആകുമ്പോൾ ഉണ്ട്. ഇത് ഈ മരിച്ചിട്ട് ബോഡി കിട്ടിയ കാറും ഡേവിഡിൻ്റെയാണ്, മനസ്സിലായില്ലേ? പക്ഷെ ഫാൻസൊക്കെ ഉണ്ട്. അപ്പോൾ അവർ അപ്പോഴും സമ്മതിക്കില്ല, ഞങ്ങളുടെ ഡേവിഡ് അങ്ങനെയൊന്നുമല്ല എന്നൊക്കെ പറയുന്ന കുറേ ഈ ജെൻസിക്കാരാണ് ഇവൻ്റെ പാട്ട് മുഴുവൻ കേൾക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു ഫാൻ ബേസാണ് അവനുള്ളത്. അപ്പോൾ അവർ ഞങ്ങളുടെ ഡേവിഡൊന്നും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ വന്നിട്ട് കുറേ ആൾക്കാർ പറഞ്ഞു. ഇതൊക്കെ ആ ഒരു സമയത്താണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് ഈ ഡേവിഡിൻ്റെ കണക്ഷൻ ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പിന്നെ അടുത്തൊരു കാര്യം, ഈ എന്ന് പറഞ്ഞിട്ട് ടാറ്റു എന്ന് പറഞ്ഞില്ലേ, ടാറ്റു, ആ ടാറ്റു നമ്മുടെ ഡേവിഡിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടിക്കും ഈ ടാറ്റു ഉണ്ട്, നമ്മുടെ ഡേവിഡിനും ഈ ടാറ്റു ഉണ്ട്. അപ്പോൾ ഈ അമ്മ പറഞ്ഞ ഈ 2 കാര്യം, ടാറ്റുവിൻ്റെ കാര്യവും ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള പറഞ്ഞ ടാറ്റുവിൻ്റെ കാര്യവും ബോയ് ഫ്രണ്ടിൻ്റെ കാര്യവും ഡയറക്റ്റ് കണക്ഷൻ ടു ഡേവിഡ്, കാറിൻ്റെ ഓണർ. അപ്പോഴാണ് ആൾക്കാർ ഇറങ്ങിയത്, പീപ്പിൾ ഓഫ് ഇൻ്റർനെറ്റ് ഇറങ്ങി.
ഓഹോ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ, എന്നാൽ പിന്നെ ഒന്ന് കണ്ടുപിടിക്കാമല്ലോ എന്നിട്ട് ഈ സെലസ്റ്റിൻ്റെയും ഡേവിഡിൻ്റെയും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, ഇവർക്ക് നേരത്തെ അറിയാൻ പറ്റുമോ, അതായത് ഇവർക്ക് നേരത്തെ അറിയായിരുന്നോ, എന്താണ് സംഭവം, ഹു ആർ ദിസ് പീപ്പിൾ, ഹൗ ആർ ദേ കണക്റ്റഡ്. അപ്പം അതിന് ഡേവിഡിനിപ്പോൾ 20 വയസ്സുണ്ട്, ഈ പെൺകുട്ടിക്ക് 15 വയസ്സുള്ളൂ, അണ്ടർ ഏജാണ്. ഓക്കെ, അങ്ങനെ അണ്ടർ ഏജ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ട് ഈ പ്രായപൂർത്തിയായിട്ടുള്ള ഡേവിഡിന് എന്താണ് കാര്യം? ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യമല്ലേ. ഇപ്പം 15, അപ്പോൾ ഇത് നേരത്തെയോ 13, മിസ്സിങ് ആയപ്പോൾ 13 വയസ്സുള്ളൂ. 13 വയസ്സുള്ള പെൺകുട്ടിയും ഈ സിംഗറായിട്ട് എന്താണ് ബന്ധം, എന്തിനാണ് ബന്ധത്തിൻ്റെ ആവശ്യം? അപ്പോഴാണ് ഒന്നുകൂടി സംഭവങ്ങൾ സ്പീഡപ്പാക്കി എല്ലാവരും ഇൻവെസ്റ്റിഗേഷൻ മോഡിലേക്ക് ഇറങ്ങിയത്. അതിൻ്റെയാണ് നമ്മൾ ഇവിടെ ഇൻ്റർനെറ്റിൽ കാണുന്ന എല്ലാ സംഭവങ്ങളും. അപ്പോൾ അവിടെ കിട്ടെ, അതിന് മുന്നേ കോണ്ടെക്സ്റ്റ് പറഞ്ഞുതരാം, ആരാണ് ഡേവിഡ്. നിങ്ങൾ ഈ പാട്ട് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, പക്ഷേ ഈ അവൻ്റെ പാട്ടുകൾ കേട്ടിട്ടുണ്ടാവും, കേട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പറഞ്ഞുതരാം. അപ്കമിങ് ഒരു ഭയങ്കര ഒരു സ്റ്റാറാണെന്ന് ഞാൻ പറഞ്ഞു. സംഭവം ഉള്ളിൽ തന്നെയാണ്. ഇയാൾക്ക് ടിക്ടോക്കിലൊക്കെ അവൻ്റെ ഭയങ്കര ഒരു വൈറൽ തന്നെയാണ് പാട്ടുകൾ, 2-3 പാട്ടുകൾ. ഡേവിഡ് ആൻ്റണി ബർക്ക് എന്നാണ് അവൻ്റെ പേര്. 20 വയസ്സുണ്ട്. ഈ ചങ്ങായിനെ കണ്ട 20 വയസ്സൊന്നും പറയില്ല, ഒരു 10-40 വയസ്സുള്ള പോലെ ഉണ്ട് എനിക്കിത് കാണുമ്പോൾ. 20 വയസ്സാണ് ഇവന്, എനിക്കറിയില്ല, ഒരു കൊല്ല പ്രായമുള്ള പോലെ ഉണ്ട്. 2005 ജനിച്ചിരിക്കുന്നത്, 2005 ബോണാണ് അത്. അപ്പോൾ ആദ്യം ഡേവിഡിൻ്റെ ഒരു സ്റ്റോറി ഭയങ്കര ഇൻസ്പയറിങ് ആണ്. അവൻ തന്നെ പല ഇൻ്റർവ്യൂവിലും പല സ്ഥലത്തും വന്ന് പറഞ്ഞിട്ട് തന്നെ ഉള്ളതാണ്. ഭയങ്കര ഇൻസ്പയറിങ് സ്റ്റോറി. എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആദ്യം ഒരു സ്ട്രീമറായിരുന്നു, നമ്മുടെ ഗെയിമിംഗ് ഒക്കെ സ്ട്രീം ചെയ്യുന്ന പോലെ ഒരു സ്ട്രീമറായിരുന്നു. അപ്പോൾ ഈ ഫോർട്ട്നൈറ്റ് മോണ്ടേജസും യൂട്യൂബിൽ സ്ട്രീമിംഗ് ഒക്കെയാണ് പുള്ളി ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ ഇവൻ്റെ വീഡിയോസ് എല്ലാം നമ്മുടെ സ്ട്രൈക്ക് വന്നിരിക്കുന്നു, കോപ്പിറൈറ്റ് സ്ട്രൈക്ക്. അപ്പോൾ നോക്കുമ്പോൾ എന്താണ്, ഇവൻ ഇങ്ങനെ ഓരോ വേറെ പാട്ടുകളൊക്കെ എടുത്തിട്ടാണ് ഈ സ്ട്രീമിലും മോണ്ടേജസിലൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിനൊക്കെ ഷോർട്ട് വീഡിയോസാക്കി ഇറക്കുമല്ലോ. അപ്പോൾ അതിലൊക്കെ ഇവൻ യൂസ് ചെയ്തിരിക്കുന്നത് വേറെ ആൾക്കാരുടെ മ്യൂസിക്കാണ്. അപ്പോൾ ഇവന് ഭയങ്കര വിഷമമായി എന്നൊക്കെ ഇവൻ്റെ കഥയാണ് കേട്ടോ. ഇവൻ തന്നെ പറയുന്നതാണ്. ഇപ്പം വിഷമമായിട്ട് ഇവനെ അമ്മനെ വിളിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, അമ്മ എനിക്കിങ്ങനെ ഭയങ്കര പ്രശ്നമാണ്, എൻ്റെ വീഡിയോസ് എല്ലാം ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ചെയ്തു, മോണിറ്റൈസേഷനൊക്കെ ക്യാൻസലായി, എന്ത് ചെയ്യും നീ എന്ന് പറയുമ്പോൾ അമ്മ പറഞ്ഞു കൊടുത്തത്രേ, എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, നീ സ്വന്തമായിട്ട് മ്യൂസിക് ഉണ്ടാക്ക്. അങ്ങനെ പറഞ്ഞു. അത് അവനൊരു എന്തോ ഒരു പെട്ടെന്ന് വലിയൊരു ഐഡിയ കിട്ടി. എന്നിട്ട് ഇവൻ എൻ്റെ ഐപാഡോ ഐഫോണോ എന്തോ കൊണ്ടുപോയി ഇവൻ്റെ സിസ്റ്ററിൻ്റെ റൂമിൽ പോയിരുന്ന്, അവിടെ എക്കോ ഒന്നും ഇല്ലാത്തൊരു റൂമിൽ പോയിരുന്ന് ഇവൻ സ്വന്തമായിട്ട് മ്യൂസിക് ഉണ്ടാക്കാൻ തുടങ്ങി എന്നാണ് അവൻ്റെ സ്റ്റോറി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് 2021 അതും കൂടി ഒന്ന് ആലോചിക്കണം. 2021 ഓക്കെ. ഇനി ആദ്യം കുറേ പാട്ടുകൾ ഇവൻ ഇറക്കി, സൗണ്ട് ക്ലൗഡിലും മറ്റേതൊക്കെ ഇറക്കി. വലിയ മറ്റേ ഒരു ബിഗിനർ സംഭവം പോലെ ആദ്യം കുറച്ച് സ്ട്രഗിൾ ചെയ്തു. ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടതൊന്നും വന്നില്ല. ഒരു കൊല്ലത്തിന് ശേഷം റൊമാൻറ്റിക് ഹോമിസൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടിറക്കി. ഓക്കെ, റൊമാൻറ്റിക് ഹോമിസൈഡ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഇതിനെ കൊണ്ട് പറ്റും പാട്ട് കേൾക്കാത്തവർക്കാണ് ഇതിങ്ങനെ ഒരു ഈമോ, ഇങ്ങനെ ഭയങ്കര ഒരു ഡാർക്ക് മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഉള്ള ഇങ്ങനെ ഒരു ഫേസിൽ കൈ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കുന്ന ടീംസില്ലേ, അങ്ങനത്തെ ഉള്ളൊരു ഈ ബില്ലി ഐലിഷിൻ്റെ ഒക്കെ ഒരു സ്റ്റൈലില്ലേ, ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആണ് അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഉള്ളൊരു പാട്ടിറക്കുന്ന ഒരു മൂഡി കൈൻഡ് ഓഫ് പാട്ടാണ് ഇവൻ്റെ എല്ലാ പാട്ടും. അത് ഭയങ്കര ഹാപ്പി സോങ്ങോ അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര അടിച്ചു പൊളിക്കുന്ന പോലത്തെ അല്ല, ഒരു ഈറി ടൈപ്പ് സംഭവമാണ് മൊത്തത്തിൽ. എല്ലാ പാട്ടും അങ്ങനെ തന്നെ. അപ്പം അതിൽ ആദ്യത്തെ ഹിറ്റ് എന്ന് പറഞ്ഞാൽ റൊമാൻറ്റിക് ഹോമിസൈഡാണ്. ഒരു ലോഫൈ അങ്ങനത്തെ ഒരു സ്റ്റൈലാണ്, ഡാർക്കായിട്ടുള്ള ഒരു പാട്ട്. ടിക്ടോക്കിൽ അങ്ങോട്ട് കയറി കൊളുത്തി ഒരുപാട് മില്യൺസ്
റീൽസ് ടിക്ടോക്സ് മാത്രം ഈ ഒരു പാട്ട് വെച്ചിട്ട് ആൾക്കാർ ചെയ്തു. എഡിറ്റ്സിനാണ് ആൾക്കാർ യൂഷ്വലി ഈ പാട്ട് യൂസ് ചെയ്തത്. 1.5 ബില്യൺ സ്ട്രീംസ് ഉണ്ട് സ്പോട്ടിഫൈയിൽ ഈ പാട്ടിന്. റൊമാൻറ്റിക് ഹോമിസൈഡിന് ഒരു കൊല്ലമായിട്ട് പാട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് അപ്പോഴേക്കും ചെക്കൻ കയറി കൊളുത്തി. കഴിവുണ്ട്, ഓക്കെ, നല്ല കഴിവുണ്ട്. കഴിവ് കുറച്ച് കൂടിപ്പോയതാണ്. 33rd പൊസിഷനിലെത്തി. ബിൽ ബോർഡിൽ ടോപ്പ് 100 ഉണ്ടാവുമല്ലോ, അതിൽ 33rd പൊസിഷനിലെത്തി. ആസ് എ ബിഗിനർ അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. ഹിയർ വിത്ത് മീ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു പാട്ടും സെയിം കൈൻഡ് ഓഫ് പാട്ടാണ്. ഒരു ഞാൻ ഭയങ്കര ഡിപ്രസ്ഡാണ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു, അങ്ങനെ ഈ സാഡ് സോങ്സ് പോലത്തെ എന്നാ ഒരു, മനസ്സിലായില്ലേ, ഈ ടീനേജ് പ്രായത്തിലൊക്കെ നമ്മളിങ്ങനെ ഓരോന്ന് കേൾക്കില്ലേ, ഇങ്ങനെ ഇപ്പോൾ കേട്ടിട്ട് ഭയങ്കര ഒരു എന്ത് പാട്ട് അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു സംഭവമാണ് ഈ പാട്ടും ഹിയർ വിത്ത് മീ. അതിനും 1.5 ബില്യൺ അടിച്ചു സ്ട്രീംസ് സ്പോട്ടിഫൈയിൽ. ഇഷ്ടം പോലെ മില്യൺസ് ഓഫ് വ്യൂസ് യൂട്യൂബിലും മറ്റ് എൻ്റെ ടിക്ടോക്കിലും റീൽസിൽ ഇത് അങ്ങനെ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. പക്ഷേ അമേരിക്കയിലൊക്കെ ഭയങ്കര ഫേമസ്. 2022 സെപ്റ്റംബർ 2022 തന്നെ ഇൻ്റർസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള റെക്കോർഡ്സും ഡാർക്ക് റൂം എന്ന് പറഞ്ഞിട്ടുള്ള റെക്കോർഡ്സും എന്നെ സൈൻ ചെയ്തു. ബിലി ഐലിഷൊക്കെ ഉള്ളത് ഈ റെക്കോർഡിലാണ്. അവർ തന്നെ വന്നിട്ട് ഇവനെ സൈൻ ചെയ്തു. യങ് ആയിട്ടുള്ള ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ റെക്കോർഡ് ഡീൽസൊക്കെ കൊടുക്കും, റെക്കോർഡ് ലേബിൾ ഡീൽസൊക്കെ കൊടുക്കും. സൈൻ ചെയ്തു, ഡീൽ സൈൻ ചെയ്തു. ഫസ്റ്റ് EP പെറ്റൽസ് ടു ദ തോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ EP 2023 ഒരു കൊല്ലം കഴിയുമ്പോൾ തന്നെ EP ഇറക്കി. അതിനുശേഷം 2023 ദ ലോസ് പെറ്റൽസ് EP എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു ആൽബം പോലത്തെ EP ഇറക്കി. അതായത് ഇവരിങ്ങനെ പാട്ട് ഇറക്കിക്കൊണ്ടേയിരിക്കുന്നു, ലോഡ് പാട്ടുകൾ. 2024 ഇവൻ്റെ അച്ചീവ്മെൻറ്റ്സ് ആണ് കേട്ടോ. ഇൻവിൻസിബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ് സീരീസ് ഉണ്ട് ആമസോൺ പ്രൈമിൽ, ഭയങ്കര ഹിറ്റാണ്. അതിൽ ഫീൽ ഇറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അവൻ്റെ പാട്ട് അതിൽ വന്നു. ആമസോൺ മ്യൂസിക്കിൻ്റെ കൂടെ വേറൊരു പാട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു ഇതേപോലത്തെ ഒരു അനിമേ സീരീസ് ഉണ്ട്, അതിലും അനിമേഷൻ സീരീസ് ഉണ്ട്, അതിലും റിമെമ്പർ മീ എന്ന് പറഞ്ഞിട്ടുള്ള അവൻ്റെ സൗണ്ട് ട്രാക്ക് അതിലും ഫീച്ചർ ചെയ്തിട്ടുണ്ട്. ഇവൻ ഭയങ്കര സ്ട്രീമേഴ്സിൻ്റെ കൂടെ കുറേ കൊളാബൊക്കെ ചെയ്തിട്ട് ഭയങ്കര, അതും കുറേ എന്താ പറയുക, ഭയങ്കര വൈറലാണ്. ജേസൺ ദിവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചങ്ങാതി ഉണ്ട്, സ്ട്രീമറാണ്. അവനും പൊക്കിമാനോ എന്തോ ആ ഒരു പെണ്ണില്ലേ, അവർ രണ്ടുപേരും കൂടെ സ്ട്രീമിൽ പിന്നെ വന്ന് അവർ കൂടെ കൊളാബ് ചെയ്ത് പിന്നെ ഒരു പാട്ടൊക്കെ ഇറക്കിയിട്ടുണ്ട് സ്വന്തമായിട്ട്. വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടും ഇറക്കിയിട്ടുണ്ട്. ജീനിയസ് എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാവരും ഈ മ്യൂസീഷ്യൻസിനൊക്കെ ഇൻ്റർവ്യൂ എന്ന ടീംസാണ്. അവർ വന്ന് ഇവൻ്റെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. ജെൻസിക്കാരുടെ ഇടയിൽ ഭയങ്കര ഫേമസ് ആയി. സിസൻ്റെ കൂടെ സിസിൻ്റെ ഓപ്പണറായിട്ട് സിസിൻ്റെ ടൂറിനും കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ, ഈ 2025 വിതേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൽബം, ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആൽബം അവൻ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു നോക്കി കാണുമ്പോൾ ഇത് ഭയങ്കര ഇൻസ്പിറേഷൻ സ്റ്റോറിയാണ്. ഒരു സ്ട്രീമറായിട്ട് തുടങ്ങി, ഗെയിമൊക്കെ കളിച്ച് തുടങ്ങി, ഫോർട്ട്നൈറ്റൊക്കെ കളിച്ച് തുടങ്ങി, അവസാനം കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നിട്ട് വിഷമിച്ചിട്ട് സ്വന്തമായി പാട്ടുണ്ടാക്കി. ഒരു കൊല്ലത്തിനുള്ളിൽ ഒരു പാട്ട് വൈറൽ ഹിറ്റായി, ബില്യൺസ് ഓഫ് സ്ട്രീം, റെക്കോർഡ് ഡീൽസ് കിട്ടി, സെലിബ്രിറ്റീസിൻ്റെ കൂടെയും ഫേമസ് ആയിട്ടുള്ള സ്ട്രീമേഴ്സിൻ്റെ കൂടെയൊക്കെ പോയി കൊളാബ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടി, അവാർഡ്സ് കിട്ടി. എൻ്റെ പുതിയ ആൽബത്തിന് വേണ്ടി ഫാൻസൊക്കെ വെയിറ്റിംഗ് ആണ്. ടൂറിന് പോകുന്നുണ്ട്, മ്യൂസിക് ടൂർസിന് പോകുന്നുണ്ട്. ഈ കൊല്ലം ഒരു ടൂറ്, അവൻ ഇൻ്റർനാഷണൽ ടൂറ് ആദ്യമായിട്ട് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. ഓഗസ്റ്റ് 5-ാം തീയതി ഒരു നോർത്ത് അമേരിക്കൻ മ്യൂസിക് ടൂറ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ടൂർ യൂറോപ്പും മറ്റുള്ള സ്ഥലത്തൊക്കെ ഈ കൊല്ലത്തിൻ്റെ അവസാനം ഈ നോർത്ത് അമേരിക്കൻ ടൂർ കഴിഞ്ഞാൽ പിന്നെ ഇൻ്റർനാഷണൽ ടൂറിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ടോപ്പ് ഇവിടെയാണെങ്കിൽ ടോപ്പിൻ്റെ എത്താനായി. അപ്പോഴാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഒരുപാട് ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഫാൻസുകാർ തന്നെയാണ് ഇവന് പണിയും കൊടുക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ,
സെപ്റ്റംബർ 8 ഈ ബോഡി കിട്ടുന്നത്. ബ്ലാക്ക് കളർ ടെസ്ല കാറിന്, ഇവൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ടെസ്ല കാറിന് ബോഡി കിട്ടുന്നത് 8 നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഒരു എവിഡൻസ് വരുന്നത് മറ്റേ പാർക്കിംഗ് ടിക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ കാർ എവിടെയോ കൊണ്ട് ചുമ്മാ കൊണ്ട് ഇട്ടിട്ട് ആരും അടിച്ചു മാറ്റിയതോ സ്റ്റോളൻ വെഹിക്കിൾ അല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എവിഡൻസും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ആ ഒരു ന്യായം പറയാൻ പറ്റില്ല. എൻ്റെ കാർ ആരോ അടിച്ചു മാറ്റി കൊണ്ടുപോയി എവിടെയോ കൊണ്ട് ശവങ്ങൾ ഡിസ്പോസ് ചെയ്യാൻ യൂസ് ചെയ്തു എന്നും പറയാൻ പറ്റില്ല. മറ്റേ കാറ് എവിടെയോ കൊണ്ടിട്ട് അതിന് പാർക്കിംഗ് ടിക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തെളിവും എല്ലാ തെളിവും ഇൻ്റർനെറ്റിലുണ്ട്. പോലീസുകാർക്ക് ഭയങ്കര എളുപ്പം. പാർക്കിംഗ് ടിക്കറ്റ് ഉണ്ടോ, അതാ എല്ലാ തെളിവും ഇപ്പോൾ വന്നിട്ടുണ്ട്. പാർക്കിംഗ് ടിക്കറ്റ് കൊടുത്തു. പാർക്കിംഗ് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഡെസിഗ്നേറ്റഡ് പാർക്കിംഗ് സോൺസ് ഉണ്ടാവും. അവിടെ ഇത്ര മിനിറ്റേ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉണ്ടാവും. നമ്മുടെ അവിടെ ഒന്നുമില്ല, പുറത്തൊക്കെ ഉണ്ട്. അതിൽ കൂടുതൽ ആ ഒരു ടൈം കൂടിക്കഴിഞ്ഞാൽ അവർ ഒരു പാർക്കിംഗ് ടിക്കറ്റ് കൊടുക്കും. അപ്പോൾ ആ കാറിൻ്റെ നമ്പർ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ പാർക്കിംഗ് ടിക്കറ്റ് ഇത്ര പാർക്കിംഗ് ടിക്കറ്റ് കിട്ടി. അപ്പോൾ അത് എക്സീഡ് ആകുമ്പോഴാണ് ഇതിനെ ടോ ചെയ്തിട്ട് യാർഡിൽ കൊണ്ട് ഇടുന്നത്. പിന്നെ മറ്റേ ഫൈനൊക്കെ അടച്ചിട്ട് വേണം യാർഡിൽ നിന്ന് എടുക്കാൻ. യൂഷ്വലി അതാണ് പ്രൊസീജിയർ. അനാഥമായിട്ടുള്ള കാറുകളെ കൊണ്ട് ഇടുന്നതാണ് യാർഡ്. 8 പൊക്കിയത്. ഇവൻ അതാണ് ഒരു എന്താ പറയുക, ഭയങ്കര ഒരു നെവർ മൈൻഡ് എന്നുള്ളൊരു സ്വഭാവമാണോ അതോ പേടിച്ചിട്ടാണോ അതോ തെളിവ് മറയ്ക്കാനാണോ പേടി മറയ്ക്കാനാണോ ഒന്നും അറിയില്ല. 9 തീയതി 10 തീയതി 12 തീയതി 13 തീയതി 15 തീയതി 16 വരെ ഓരോ സ്ഥലത്ത്, അമേരിക്കയിലെ ഓരോ സ്ഥലത്ത് കോൺസേർട്ട് നടത്തിയിട്ടുണ്ട് ഇവൻ. ആലോചിച്ച് നോക്ക്. ടെസ്ല കാർ ഇവൻ്റെയാണ്. അതവൻ കൊണ്ട് ഒരു സ്ഥലത്തോണ്ട് ഇട്ടു. കുറച്ച് ദിവസം കഴിഞ്ഞ് മണം വന്നു, പോലീസ് പിടിച്ചു. 8 തീയതി പിടിച്ചു. അതൊക്കെ അവനും അറിയാം, അതൊക്കെ ന്യൂസിലും വന്നതാണ്. ഇത് ഭയങ്കര സംഭവമൊക്കെ ആയതാണ് ആ സമയത്ത്. അതിനുശേഷം അവനൊരു കുഴപ്പമില്ല. അപ്പം 16 തീയതി വരെ കോൺസേർട്ട് നടത്തിയിട്ടുണ്ട്. സോ വാട്ട് ചേഞ്ച്ഡ്? എന്ത് സംഭവിച്ചു കോൺസേർട്ട് നിർത്താൻ? ഈ നോർത്ത് അമേരിക്കൻ ടൂർ നിർത്തിയിട്ട് അവൻ ക്യാൻസൽ ചെയ്തു. നോർത്ത് അമേരിക്കൻ ടൂർ ഇപ്പോൾ ഇല്ല, അവന് ക്യാൻസൽ ചെയ്തു. ഇൻ്റർനാഷണൽ ടൂർ എല്ലാം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അവൻ്റെ വെബ്സൈറ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്ത് മാറ്റം? ഇപ്പോൾ കാറ് പിടിച്ചിട്ട് വരെ അവൻ ടൂർ ക്യാൻസൽ ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പം എന്ത് ഞാൻ ടൂർ ക്യാൻസൽ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് 17 തീയതി LAPD ലോസ് ആഞ്ചലസ് പോലീസുകാർ ഇവൻ്റെ വീട് റെയ്ഡ് ചെയ്തിട്ടുണ്ട്. അതായത് 16 തീയതി ഇവൻ്റെ ലാസ്റ്റ് കോൺസേർട്ട് കഴിഞ്ഞ് അടുത്ത ദിവസം പോലീസുകാർ വന്നിട്ട് ഇവൻ്റെ ഹൗസ് റെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ തെളിവുകൾക്ക് വേണ്ടിയിട്ട് ഇവൻ്റെ ലാപ്ടോപ്പും ഇവൻ്റെ ബാക്കിയുള്ള സംഭവങ്ങളും ക്യാമറ CCTVൻ്റെ സംഭവങ്ങളും എല്ലാം എടുത്തിട്ട് പോയിട്ടുണ്ട്. ആ കാര്യം കഴിഞ്ഞ് അടുത്ത ദിവസം ടൂറും വേണ്ട, ഇതിനൊന്നും വേണ്ട, ഞാൻ പോകുന്നു പറഞ്ഞിട്ട് എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് അണ്ണനിപ്പോൾ ഡിജിറ്റൽ ഒളിവിലാണ്. ഡിജിറ്റൽ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ ഡിജിറ്റൽ ഒളിവിലാണ്. ഇപ്പോൾ പുറത്തേക്കൊന്നും കാണുന്നില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. അതുവരെ ഒരു കുഴപ്പമില്ല. അവന് പാട്ടൊക്കെ പാടി ഇപ്പോൾ അടിച്ചു പൊളിച്ച് നടക്കുന്ന ചെക്കൻ റെയ്ഡ് കഴിഞ്ഞത് മുങ്ങി. എന്തെങ്കിലും ഒളിപ്പിക്കാനുണ്ടോ ചോദിക്കുന്നത് ഇവൻ്റെ ഫാൻസുകാർ തന്നെയാണ്. അതായത് ഫാൻസുകാരൊക്കെ നല്ലതാണ്, സംഭവമൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഈ ഫാൻസുകാർക്കൊരു സംശയം അല്ലെങ്കിൽ ഫാൻസുകാർക്ക് ഇവനെ ഒത്തിരി പന്തികേടാണെന്ന് തോന്നിയിട്ടുണ്ടല്ലോ, പിന്നെ എല്ലാവരും തിരിയും. ആദ്യമൊക്കെ കുറച്ച് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ ഡേവിഡ് ഒന്നും ഞാൻ ആദ്യം പറഞ്ഞിട്ട് എൻ്റെ ഡേവിഡ് ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ കുറേ പേരുണ്ടായിരുന്നു. ഇപ്പം ആരുമില്ല, ഒരു മനുഷ്യനില്ല. എല്ലാവരും അവരുടെ കയ്യിലുള്ള തെളിവ്, ഇവൻ അന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവൻ അന്ന് ഇത് ചെയ്തു, ഇവൻ അന്ന് ഇത് ചെയ്തു, ഇഷ്ടം പോലെ എവിഡൻസസ് ആണ്. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ മെയിൻ കാര്യത്തിലേക്ക് കടക്കുന്നത്. ഇത് എന്തിനായിരിക്കും ഇപ്പോൾ ഇവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവൻ ഈ ഒരു 15 വയസ്സുള്ള സെലസ്റ്റുമായിട്ടുള്ള ഒരു ബന്ധത്തിലാണെങ്കിൽ എന്തിനാണ് ഇവൻ ഇതൊക്കെ ചെയ്തത്? ഇത് പ്രതീകാത്മകമായിട്ടാണോ? മനസ്സിലായോ? അതായത് ഇതിവൻ വേണമെന്ന് വെച്ച് ചെയ്തതാണോ?
അല്ലെങ്കിൽ ഈ പിന്നെ അറിയാതെ ചെയ്തതാണോ? എന്താണ് ഇതിൻ്റെ ഒരു കാര്യം? സെലസ്റ്റുമായിട്ട് ഇവൻ പ്രേമത്തിലായിരുന്നു. ഈസ് ദർ എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻ അണ്ടർ ഏജ് ഗേൾ ആൻഡ് ഡേവിഡ്? അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് ഈ ഡേറ്റുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡേറ്റുകൾ ഞാൻ അപ്പോഴേ സെപ്റ്റംബർ 8 ബോഡി കിട്ടി എന്നൊക്കെ അങ്ങനെ പറയുന്നില്ലേ, അതൊക്കെ ഡേറ്റുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ആദ്യം നമുക്ക് നോക്കേണ്ടത് സെപ്റ്റംബർ 7, 2010 സെലസ്റ്റിൻ്റെ ബർത്ത്ഡേ. അത് ആ മിസ്സിങ് റിപ്പോർട്ടില്ലേ, സെലസ്റ്റ് മിസ്സിങ് ആയതുകൊണ്ട് 2024 അവർ ഇറക്കിയ റിപ്പോർട്ടുണ്ട്, ഒരു മിസ്സിങ് പോസ്റ്ററുണ്ട്, അതിലുണ്ട്. അതൊന്ന് മനസ്സിലേക്ക് വെച്ചോ. സെപ്റ്റംബർ 7 എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ടൈം ലൈൻ നോക്കിക്കഴിഞ്ഞാൽ സെപ്റ്റംബർ 3 ഈ ടെസ്ല, അബാൻഡൻഡ് ടെസ്ല ഈ ഇവർ കാണുകയാണ്. സെപ്റ്റംബർ 6 ഇവർ ആ യാർഡിലേക്ക് ഇത് കൊണ്ടുവരികയാണ്. 2 ദിവസം കഴിയുമ്പോഴാണ് ആ ഒരു മണം വരുന്നത്, ഇവർ കാറ് എടുക്കുന്നത്. സെപ്റ്റംബർ 7, 8 എന്ന് പറഞ്ഞാൽ ബ്ലഡ് മൂൺ ഡേ ആണ്. അങ്ങനെ ഒരു കോൺസ്പിരസി ഒക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അത് എനിക്ക് അത്ര ഒരു ഇതായിട്ട് തോന്നിയില്ല, പക്ഷേ എന്തോ സംഭവം ഉള്ളത് തന്നെയാണ്. സെപ്റ്റംബർ 7, 8 എന്ന് പറഞ്ഞാൽ ബ്ലഡ് മൂൺ ഡേ ആണ്. ഓക്കെ, ഈ 2025. അപ്പോൾ ആ ഒരു സമയത്താണ് ഇവർക്ക് ഈ ബോഡി കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ, അത് പിന്നെ കുറച്ച് എന്തെങ്കിലും കിട്ടിയാൽ അറിയാമല്ലോ, പിന്നെ ഇങ്ങനെ കത്തിച്ചു വിട്ട പോലെ കോൺസ്പിരസി 1, 2, 3, 4 അങ്ങനെ പോവും. അപ്പോൾ അതിക്കൊന്നും പോകണ്ട, നമുക്ക് ഫാക്ട്സ് മാത്രം നോക്കി പോവാം. ഓക്കെ, സെപ്റ്റംബർ 7 ആക്ച്വലി ഈ പെൺകുട്ടിക്ക് 15 വയസ്സായിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? 3-ാം തീയതി കാറ് അബാൻഡൻ്റായി കിട്ടി, അപ്പോൾ 3-ാം തീയതിക്ക് മുന്നേ മരിച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ 7th. അപ്പോൾ ഇപ്പം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലാണ് 15 വയസ്സ്, ആക്ച്വലി 14 വയസ്സുള്ളൂ. ഈ ബോഡി 8-ാം തീയതി കിട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. 7-ാം തീയതിയാണ് കുട്ടിയുടെ ബർത്ത്ഡേ. ഒരു ദിവസം മുന്നേ, ബോഡി കിട്ടിയതിൻ്റെ ഒരു ദിവസം മുന്നെയാണ് ബർത്ത്ഡേ. അതുകൊണ്ട് മാത്രമാണ്. 7 ഡേവിഡുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? സെപ്റ്റംബർ 7 എന്തെങ്കിലും, ഈ സെപ്റ്റംബർ 7 ഡേവിഡുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നാണ് ആദ്യം ആൾക്കാർ നോക്കിയത്. ഒരുപാട് കണക്ഷൻ ഉണ്ട്. ഡേവിഡിൻ്റെ ഒരു ഡിസ്കോഡ് സെർവറുണ്ട്. അത് ഡേവിഡിൻ്റെ ഏറ്റവും അടുത്തുള്ള ആൾക്കാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്കോഡ് സെർവറുണ്ട്. ആ ഡിസ്കോഡ് സെർവർ ഉണ്ടാക്കിയ ഡേറ്റ്, ആ ഡിസ്കോഡ് സെർവർ ലൈവായ ഡേറ്റ് എന്ന് പറയുന്നത് 7th സെപ്റ്റംബറാണ്. ഓക്കെ, 2022 അത് ഉണ്ടാക്കിയിരിക്കുന്നത്. യൂട്യൂബിൽ പോയിട്ട് റൊമാൻറ്റിക് ഹോമിസൈഡ്, ഇവൻ്റെ ഏറ്റവും ഹിറ്റ് പാട്ടുണ്ടല്ലോ, ആ ഹിറ്റ് പാട്ടിൻ്റെ അപ്ലോഡ് ഡേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതും 7th സെപ്റ്റംബർ 2022. ആ പാട്ട് യൂട്യൂബിൽ റിലീസ് ചെയ്തതും ഡിസ്കോഡ് സെർവർ ഉണ്ടാക്കിയത് ഒരേ ഡേറ്റിലാണ്. ഓക്കെ, അടുത്ത ഒരു പാട്ട് റീഹാബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട്, അത് ഒഫീഷ്യൽ വീഡിയോ ഇറങ്ങിയിരിക്കുന്നത് 8-ാം തീയതി സെപ്റ്റംബറാണ്. പക്ഷേ അതിൻ്റെ ഒഫീഷ്യൽ ഓഡിയോ ഇറക്കിയിരിക്കുന്നത് 7th സെപ്റ്റംബർ 2023. 2024 മാത്രം സെപ്റ്റംബറിൽ ഒന്നും ഇറക്കിയിട്ടില്ല. ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും ഇറക്കേണ്ടി വന്നില്ല, ബോഡി കിട്ടി. അടുത്ത സെപ്റ്റംബർ 7 ആകുമ്പോഴേക്കും ബോഡി കിട്ടി. മനസ്സിലാകുന്നുണ്ട്? അത് പിന്നെ എപ്പോഴും ഒരു സെപ്റ്റംബർ 7 ഇവനെന്തോ ഒരു കണക്ഷൻ ഉണ്ട്. ഈ റൊമാൻറ്റിക് ഹോമിസൈഡ് എന്ന് പറഞ്ഞ പാട്ട് ഒരു സാധാരണ പാട്ടല്ല കേട്ടോ. ഇതൊരു ഭയങ്കര ഒരു ഡാർക്കായിട്ടുള്ള ലിറിക്സൊക്കെ നോക്കണം, ഭയങ്കര ഒരു ഡാർക്കാണ്. അതിൽ മെയിൻ ലിറിക്സ് ഐ കിൽഡ് യു ഇൻ ബാക്ക് ഓഫ് മൈ മൈൻഡ് യു ഡൈഡ് എന്നൊക്കെയാണ് ഇതിൽ മെയിൻ ലിറിക്സ്. അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഭയങ്കര ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളാണ്. ആ ഒരു വൈബാണ് മൊത്തത്തിൽ. ഇനി നമ്മൾ കിടക്കുന്നു ഈ എവിഡൻസിലോട്ട്. ഒരു ലോഡുണ്ട്. ആദ്യത്തെ എവിഡൻസ്, ഈ ചങ്ങായി ഒരു മാസ്റ്റർ മൈൻഡാണോ അതൊരു മണ്ടനാണോ എന്ന് നിങ്ങൾക്ക് ഈ എല്ലാ എവിഡൻസും കാണുമ്പോൾ അവസാനം ഇവൻ്റെ ഒരു മാസ്റ്റർ മൈൻഡ് ഒരു സംഭവമൊക്കെ ഉണ്ട്. അത് ഒരു വല്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ ആദ്യം ഇവൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ പറഞ്ഞ് അവസാനം ഇവൻ്റെ മാസ്റ്റർ മൈൻഡ് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കുക ഇവൻ എന്താണ് ശരിക്കും, മാസ്റ്റർ മൈൻഡാണോ അതൊരു മണ്ടനാണോ.
ഇതെല്ലാം വൻ പ്ലാൻ ചെയ്തതാണോ അതോ എന്തെങ്കിലുമൊക്കെ അബദ്ധം പറ്റിപ്പോയതാണോ എന്ന് നമുക്ക് അവസാനം മനസ്സിലാവുള്ളൂ. ഞാനും ഇത് ആദ്യം വായിച്ചപ്പോൾ ആദ്യമൊക്കെ കുറേ എവിഡൻസ് നോക്കിയപ്പോൾ ഇതെന്ത് പൊട്ടനാണോ എന്ന് തോന്നി. പിന്നെ അവൻ മനസ്സിലായി. പിന്നെ എനിക്ക് അവസാനം തോന്നിയപ്പോൾ ഇതൊക്കെ ഇവൻ്റെ പ്ലാൻ ആയിരിക്കുമോ, എന്താ ഇപ്പം ഇവ എത്ര ബുദ്ധിയുള്ളവനോ, 10-20 വയസ്സുള്ളൂ, ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ ഈ മറ്റേ എന്താണ് ഹാനിബൽ ലെക്ടറൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു വില്ലൻ, മറ്റേ ആ പ്ലാനിങ് ഇവിടെ ഇങ്ങനെ ചെയ്താൽ അവിടെ അങ്ങനെ സംഭവിക്കും, അങ്ങനെയൊക്കെ ഒരു ആളായിരിക്കും ഇവൻ ഇത്ര ചെറുപ്പത്തിൽ തന്നെ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ഇത് തോന്നുന്നെങ്കിൽ നിങ്ങളിത് ഫുള്ള് കേട്ട് അവസാനം വരെ കേട്ട് ആ മാസ്റ്റർ മൈൻഡ് പ്ലാനും കൂടെ നിങ്ങൾ കേൾക്കണം. ആദ്യത്തെ എന്നാ പഠിച്ചോ, 7 മാസം മുന്നേ ഒരു വീഡിയോ അവൻ ഇറക്കിയിട്ടുണ്ട്. വൺ മോർ ഡാൻസ് എന്നാണ് ആ ഒരു പാട്ടിൻ്റെ പേര്. യൂട്യൂബിലുണ്ട് വീഡിയോ, ഇപ്പോഴും ഉണ്ട്. ഫസ്റ്റ് ഷോട്ട് എന്താ അറിയോ? ഫസ്റ്റ് ഷോട്ട് ആദ്യത്തെ ഒരു 10-30 സെക്കൻഡിൽ എന്തോ വരും. ഒരു ഡെഡ് ബോഡിനെ ഒരു കാറിൻ്റെ ട്രങ്കിലേക്ക് കയറ്റുന്നതാണ് ഫസ്റ്റ് ഷോട്ട്. നിങ്ങൾ തപ്പി കണ്ടുപിടിക്കുക, കഷ്ടപ്പെടുന്നത് വേണ്ട. ഞാൻ എൻ്റെ മ്യൂസിക് വീഡിയോയിൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു കാറ് വരുന്നു, ആ കാറിൻ്റെ ട്രങ്ക് തുറന്ന്, അതുവരെ ഇലക്ട്രിക് കാറല്ല, അതുകൊണ്ട് ഫ്രങ്കില്ലാത്തത് ബാക്കിലെ ട്രങ്കാണ്. ഡിക്കി തുറക്കുന്നു, അതിലേക്ക് ഡെഡ് ബോഡീനെ കയറ്റുന്നു, അടയ്ക്കുന്നു, ബൂം. അതാണ് ആ മ്യൂസിക് വീഡിയോ. വൺ മോർ ഡാൻസ് എടുത്ത് നോക്കാം. അടുത്തൊരു മ്യൂസിക് വീഡിയോ ഹിയർ വിത്ത് മീ എന്നുള്ളൊരു, ഞാൻ പറഞ്ഞില്ല അവൻ്റെ രണ്ടാമത്തെ ഭയങ്കര ഹിറ്റായിട്ടുള്ള പാട്ടാണ്. അതെടുത്ത് നോക്കുമ്പോൾ അതിലൊരു ആക്ട്രസ് ഉണ്ട്. അതൊരു മോഡൽ പോലത്തെ ഒരു ആക്ട്രസ്സാണ്. ആ ആക്ട്രസ്സിനെ എടുക്കുക, ഒരു സ്ക്രീൻഷോട്ടോ എന്തെങ്കിലും എടുത്തു വെച്ചിട്ട് ഈ മരിച്ച സെലസ്റ്റ് ഉണ്ടല്ലോ, സെലസ്റ്റിനെ എടുത്ത് വയ്ക്കുക. ഇതെടുത്ത് നോക്കുമ്പോൾ ഇത് പക്ക സെയിം, ഒരു 95% സെയിം, അതുപോലെ തന്നെ. ഇത് സെലസ്റ്റ് അല്ല, ഇത് വേറെ മോഡലാണ്. പക്ഷേ ഇതന്നെ കംപ്ലീറ്റ് റെസംബിൾസ് എന്ന് പറഞ്ഞാൽ മറ്റേ ഡിറ്റോ കോപ്പി. അതും ആൾക്കാർ പിടിച്ചു. ഇവൻ എന്തോ ഒരു ഒബ്സഷൻ ഉണ്ട് ഈ ഒരു സെലസ്റ്റിനെ പോലുള്ള ആൾക്കാരുടെ അടുത്തും എന്ന് ആൾക്കാർ കണ്ടുപിടിച്ചു. ഇനിയാണ് മറ്റേ ഡിസ്കോഡ് എന്ന് പറഞ്ഞില്ലേ, ഡേവിഡ്സ് ദ ക്ലോസറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അവൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ കൂടി തുടങ്ങിയൊരു ഡിസ്കോഡ് സെർവറാണ്. ഡിസ്കോഡ് ചാറ്റിൽ ഒരുപാട് കാര്യങ്ങൾ, ആ ഡിസ്കോഡ് സെർവറിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ ലീക്കായിട്ടുണ്ട്. ഇവൻ്റെ ചാറ്റും ഇവൻ്റെ ലൈവ് സ്ട്രീം ചെയ്തതും എല്ലാം. അതിലാദ്യം ഒരു ഇതുണ്ട്, അതായത് ഒരു ലൈവ് സ്ട്രീമിൻ്റെ ഇടയിൽ ഇവർ കാണിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുക, നിങ്ങൾ കേട്ടോ. I media trained you. No, you didn't. That's controversial. It's controversial of raping kids. Really good. Okay, It's been a good one. Bye. Bye, guys. Mwah, 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 mwah. Oh my! Delete everything. Delete everything. Everything goes. Everything. മനസ്സിലാത്തവർക്ക് കോണ്ടെക്സ്റ്റ്, ഓഡിയോ മാത്രങ്ങൾക്ക് അവർ കോണ്ടെക്സ്റ്റ് പറഞ്ഞുതരാം. ഇതിൽ ഡേവിഡും ഉണ്ട്, സെലസ്റ്റും ഉണ്ട്. ഓക്കെ, 2 പേരുണ്ട്. ഇവൻ ലൈവ് സ്ട്രീം എന്തോ ചെയ്യാണ്, കുറേ ചാറ്റും ഒക്കെ വരുന്നുണ്ട്. അതിലിവൻ പറയുന്നൊരു ഡയലോഗാണ്, മീഡിയ ട്രെയിൻഡ് യു ഡോണ്ട് സേ തിങ്സ് ദാറ്റ് ആർ കോൺട്രവേഴ്ഷ്യൽ എന്നാണ് അവൻ ഉദ്ദേശിക്കുന്നത്. മീഡിയ ട്രെയിൻഡ് എന്ന് അറിയാലോ, എന്ത് മീഡിയേൻ്റെ അടുത്ത് വന്ന് പറയണം എന്നൊക്കെ ഒരു ട്രെയിനിങ് കൊടുത്തു വിടുന്ന മീഡിയ ട്രെയിനിങ്. ഇപ്പോൾ ഈ ഡേവിഡ് ആ പെൺകുട്ടിയുടെ അടുത്ത് പറയാണ്, ഐ മീഡിയ ട്രെയിൻഡ് യു ഡോണ്ട് സേ എനിത്തിങ് കോൺട്രവേഴ്ഷ്യൽ എന്ന് പറയണം. അപ്പോൾ പെൺകുട്ടി സെലസ്റ്റ് പറയണ, ഈസ് ഇറ്റ് കോൺട്രവേഴ്ഷ്യൽ ടു റേപ്പ് കിഡ്സ്? മനസ്സിലായ? R-word കിഡ്സ്, അത് കോൺട്രവേഴ്ഷ്യൽ അല്ലേ അപ്പോൾ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ചാറ്റ് ഉണ്ടല്ലോ, ഇതെവിടെ സ്ട്രീം ചെയ്യുന്നത്, ഡിസ്കോഡ് തന്നെയാണോ സ്ട്രീം ചെയ്യണമെന്ന് അറിയില്ല, എവിടെയാണ് സ്ട്രീം ചെയ്യുന്നത്. അതിൽ ആ ചാറ്റില്ലേ, എന്തായാലും ഇത് പബ്ലിക്കായിട്ടൊന്നുള്ള സംഭവമൊന്നുമല്ല. മറ്റേ ഈ വേറെ സ്ട്രീമിംഗ് സർവീസസ് ഒക്കെ ഉണ്ടല്ലോ, അതിലൊന്നുമല്ല.
യൂട്യൂബിലോ മറ്റേ സ്റ്റീമിൽ എന്താണ് വേറെയുള്ള കുറേ സർവീസ് ഉണ്ടല്ലോ, അതിലൊന്നും അല്ല. പ്രൈവറ്റ് ആയിട്ടുള്ള എന്തോ ഒരു സ്ട്രീമിംഗ് ആണിത്. അതിൽ പറയുന്നുണ്ട് ആർവേഡ് കിഡ്സ് കോൺട്രവേഴ്ഷ്യൽ അല്ലേ അത് ചോദിക്കുന്നുണ്ട് ആ പെൺകുട്ടി ഇവനോട്. അപ്പോൾ ഇവ ഫുള്ള് ചിരിച്ചിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഡിലീറ്റ് എവറിത്തിങ് എന്ന് ഇവൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു കോൺവെർസേഷൻ കഴിഞ്ഞിട്ട് ഇതിൽ വേറൊരു ഡാർക്കായ സാധനം ഈ ചാറ്റ് ഉണ്ടല്ലോ, ചാറ്റിലുള്ളവർ കോമഡിക്ക് അവർക്കൊക്കെ അറിയുക, അവർ തമാശയ്ക്ക് പറയാണ് ജെഫ്രി എപ്സ്റ്റീനെ കുറിച്ചും ജെഫ്രി എപ്സ്റ്റീനെ സംഭവം ആ ഒരു കണക്ഷനൊക്കെ വെച്ചിട്ട് ഈ ഡേവിഡ് ആൻഡ് സെലസ്റ്റ് ഐലൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുക, ജെഫ്രി എപ്സ്റ്റീനെ വെച്ച് കളിയാക്കുക. ജെഫ്രി എപ്സ്റ്റീൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? കിഡ്സിനെ അബ്യൂസ് ചെയ്തുകൊണ്ടിരുന്നു, അണ്ടർ ഏജ് കിഡ്സിനെ. അപ്പോൾ ഇത് കൈൻഡ് ഓഫ് എവറിബഡി നോസ് ഇൻ ദാറ്റ് ഡിസ്കോർഡ് സെർവർ. ഇത് ശരിക്കുള്ള വീഡിയോ ആണ്, നമ്മൾ ഉണ്ടാക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്തതല്ല. അവിടെയൊക്കെയാണ് ഇത്. ഓഹോ, ഇങ്ങനെയൊക്കെ നമ്മൾ ഈ മ്യൂസിക് വീഡിയോയിൽ ഇങ്ങനെ ഉണ്ടാവും, ഈ പാട്ടിൽ അവനെ പോലെ ഉണ്ട്, ഈ ലിറിക്സ് ഇങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഒരു ഇതൊക്കെ ഈ ഏതോ കോൺസ്പിറസി ടീംസിൻ്റെ ആണെന്ന് പറയാം. പക്ഷേ തെളിവ്, ശരിക്കുള്ള തെളിവ് വരുന്നപ്പോൾ എല്ലാവരും ഇങ്ങനെയുണ്ടോ എന്ന് ചോദിക്കാൻ തുടങ്ങി. ഇഷ്ടംപോലെ തെളിവുകൾ ഇനിയുണ്ട്. 25 ജനുവരി 2024 ഈ ഡേറ്റ്സൊക്കെ ഞാൻ എന്തിനാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ടൈം ലൈൻ കിട്ടാനാണ്. ഏപ്രിൽ 2024 സെലസ്റ്റിന് മിസ്സിങ് ആവുന്നത്, വീട്ടിൽ നിന്ന് മിസ്സിങ് ആവുന്നത്. ഇതതിന് മുന്നേ ജനുവരിയിൽ ഹലോ കിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ടിക്ടോക്ക് ചെയ്തിട്ടുണ്ട് ഡേവിഡ്. അപ്പോൾ ഒരു യൂസർ കമൻറ്റ് ചെയ്തു, ഏതൊരു യൂസർ പ്ലീസ് അഡോപ്റ്റ് മീ, എന്നെ അഡോപ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തു ഡേവിഡിൻ്റെ ടിക്ടോക്കിൽ. അപ്പോൾ ഡേവിഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരാളെ ടാഗ് ചെയ്തിട്ട് ഷുഡ് വി എന്ന് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് അഡോപ്റ്റ് ചെയ്താലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ ടാഗ് ചെയ്ത ആളുടെ ഒരു യൂസർ നെയിം ഒന്നുമില്ല. ടാഗ് ചെയ്ത ആളുടെ മെയിൻ സംബന്ധിച്ച് കഴിഞ്ഞാൽ 0907. അമേരിക്കക്കാർ ആദ്യം മന്താണ് എഴുതുക, ആദ്യം ഡേറ്റ് എഴുതില്ല കേട്ടോ. 9/11 എന്നൊക്കെ പറയുന്ന പോലെ ഡേറ്റ് ആദ്യം എഴുതില്ല. നമ്മളൊക്കെ എപ്പോഴും ഡേറ്റാണ് ആദ്യം എഴുതുക, അമേരിക്കക്കാർ നേരെ ഓപ്പോസിറ്റാണ്, ആദ്യം മന്ത് എഴുതും. 0907 എന്താ ഡേറ്റ്? 7th സെപ്റ്റംബർ. ഇതാണ് ഞാൻ പറഞ്ഞത്, 7th സെപ്റ്റംബറും ഇവരുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. ആ യൂസർ നെയിമിൻ്റെ പേരാണിത്, 0907. ആരായിരിക്കും? അവരെ ടാഗ് ചെയ്തിട്ടാണ് ഷുഡ് വി അഡോപ്റ്റ് ഹിം എന്ന് ചോദിച്ചിരിക്കുന്നത്. ഇനി ഡിസ്കോർഡ് സെർവറിൽ ഇനിയിപ്പോൾ ഈ സെലസ്റ്റിൻ്റെ ഇപ്പോൾ ഇങ്ങനെ കോഡൊക്കെ ആയിട്ടാണോ സെലസ്റ്റിൻ്റെ പേരൊന്നും അപ്പോൾ ആർക്കും അറിയില്ല ഡിസ്കോർഡ് സെർവറിൽ ചോദിച്ചാൽ ഇതാ പിടിച്ചോ. 2022 2002 എന്ന് പറഞ്ഞാൽ ഈ പെണ്ണിന് അപ്പോൾ എത്ര പ്രായം? 12 വയസ്സേ ഉള്ളൂ ഈ പെൺകുട്ടിക്ക്. 12 വയസ്സുള്ളപ്പോഴാണ് ഈ മാതിരി ചാറ്റ് ഡിസ്കോർഡിൽ. ഈസ് സെലസ്റ്റിൻ ഹിയർ? ഡേവിഡ് ചാറ്റ് ചെയ്തിരിക്കുക ഡിസ്കോർഡിൽ. സെലസ്റ്റ് അപ്പോൾ ഹായ് ഡേവിഡ്. ഇവർ തമ്മിലുള്ള ചാറ്റുകൾ എല്ലാം ലീക്കായിട്ടുണ്ടല്ലോ, അതിൽ വന്ന സംഭവം. 2022 ഇതേപോലെ സെലസ്റ്റ് പറഞ്ഞിരിക്കുക, മൈ പാരൻസ് ആർ സോ ഫക്കിങ് അനോയിങ്, ദേ വോണ്ട് ലെറ്റ് മീ ഗോ സീ യു പെർഫോം. ഡേവിഡ് റിപ്ലൈ, ഡോണ്ട് വറി, ഐ വിൽ ഫിക്സ് ഇറ്റ്. 18 വയസ്സാവണം കോൺസേർട്ടിന് പോകണമെങ്കിൽ. നമ്മുടെ അവിടെ അങ്ങനെയാണെന്ന് തോന്നുന്നു, കാരണം ഡ്രിങ്കിങ് ഒക്കെ ഉള്ളതുകൊണ്ട് 18 വയസ്സാവണം കോൺസേർട്ടിന് പോകണമെങ്കിൽ. അപ്പോൾ എൻ്റെ പാരൻസ് എന്നെ അലോ ചെയ്യുന്നില്ല, ദേ വോണ്ട് ലെറ്റ് മീ ഗോ സീ യു പെർഫോം. അതൊക്കെ ഞാൻ ശരിയാക്കി തരാം എന്നാണ് ഡേവിഡ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവൻ്റെ ഒരു ബോഡി ഗാർഡ് ഉണ്ട്, മാർക്കി എന്ന് പറഞ്ഞിട്ടൊരു ചങ്ങാതി. അവൻ നല്ല പ്രായമുണ്ട്. നിനക്കെത്ര പ്രായമില്ലേ? നിനക്കെങ്കിലും ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തോടെ. അതാ അവൻ 2022 ഹേ സെലസ്റ്റ് പ്രെറ്റി ഗേൾ എന്നൊക്കെ ഇവൻ ഡിസ്കോർഡിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്.
ഇവർ 3 പേരും തമ്മിലൊരു കോൺവെർസേഷൻ ഉണ്ട്. ഐ മിസ് യു എന്ന് ഈ മാർക്കി സെലസ്റ്റിൻ്റെ അടുത്ത് പറയലും സെലസ്റ്റ് അതിന് റിപ്ലൈ യു ഡിഡ് ഗ്രേറ്റ് എന്ന് സെലസ്റ്റ് ഇതിന് റിപ്ലൈ ചെയ്യലും ഡേവിഡ് അതിന് ഹീസ് മൈ ലൈക്ക് ഇവ സൂപ്പറാണ്, മാർക്കി ബോഡി ഗാർഡ് സൂപ്പറാണ്, ഹി വിൽ ഡൈ ഫോർ മീ, ഡൈ അല്ല, ഹി വിൽ കിൽ ഫോർ മീ എന്ന് പറയുന്നുണ്ട്. എനിക്ക് വേണ്ടി അവൻ കൊല്ലും. ഇത് ഈ ഡിസ്കോഡ് സെർവറിലുള്ളതാണ്. ആര് ഈ മാർക്ക് ഇവന് വേണ്ടി കൊല്ലും എന്ന്. ഞാൻ അവനായിരിക്കുമോ കൊന്നത്? ആർക്കറിയാം. കേസ് എവിടെ എത്തിയിട്ടില്ല, നമുക്ക് സംഭവങ്ങൾ അറിയാം. ഇനി വേറൊരു ഡിസ്കോഡ് അവിടെ നിൽക്കട്ടെ. ഇനി എക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പണ്ടൊരു ഒരു എക്സിലൊരു പോസ്റ്റ് ഇട്ടാണ്. I got a notification when I was writing this. You saying you want to be with your mom and sister. Take me where I belong. But our circumstances not allow us in our ideal situations. We gotta push through this. നീ എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് വീട്ടിലേക്ക് പോകണം, അമ്മേനെയും പെങ്ങളുടെ അടുത്തേക്ക് പോകണം. പക്ഷെ നമ്മുടെ സർക്കംസ്റ്റാൻസസ് അതിനെ അലോ ചെയ്യുന്നില്ല. നീ കാര്യങ്ങൾ മനസ്സിലാക്കൂ, നമുക്ക് ഇതൊന്ന് അതിജീവിക്കണം. ഡേ ഇത് മറ്റേതല്ലേ, ഇവള് മിസ്സായി പോയി വന്നു എന്ന് പറഞ്ഞിട്ട് അതിനുള്ളതാണോ? എന്തോ ഇനി ഡേവിഡിൻ്റെ വേറെ ഡിസ്കോഡ് ചാറ്റ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇത് ഡേവിഡ് ഇല്ല, വേറെ കുറേ ആൾക്കാർ ഈ ഡേവിഡിനെ കുറിച്ച് സംസാരിക്കുന്നു. ഹി ഓൺലി ആഡ്സ് അണ്ടർ ഏജ് ഗേൾസ്, ബ്രോ ഇസ് എ സിംപ്, ദർ ആർ 15-16 ഏജ് ഗേൾസ് ഇൻ ഹിയർ, വാട്ട് ദ ഫക്ക്. അങ്ങനെയൊക്കെ. ഡേവിഡ് ഈസ് ഡെഡ്, അതായത് ഡേവിഡ് തീർന്നു, അവൻ 15-16 വയസ്സുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ സംസാരിക്കുന്നത്. ഈ ഡിസ്കോഡ് സെർവറിൽ കുറേ അണ്ടർ ഏജ് ഗേൾസ് ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിട്ട് വേറെ ആൾക്കാർ അവനെക്കുറിച്ച് സംസാരിക്കുക. അപ്പോൾ മൊത്തത്തിൽ ഈ ഡിസ്കോഡ് സെർവറിലുള്ള എല്ലാവർക്കും ഈ കാര്യങ്ങൾ അറിയാം, ഇവൻ ഇങ്ങനെയൊക്കെയാണെന്ന് അറിയാം. ഇനി വേറൊരു ഇതേപോലെ ഡിസ്കോഡ് സെർവറിൽ വേറൊരു ഈ സെലസ്റ്റുമായിട്ടുള്ള ബന്ധമല്ല, ഇവൻ്റെ വേറെ കുറച്ച് തോന്നിയ ദിവസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാർക്ക് ഇവൻ്റെ ഫാൻസ് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഈ ജെൻസിൻ്റെ അതിൻ്റെ താഴെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെയാണ്. അപ്പോൾ അവർക്ക് കോൺസേർട്ടിന് വരാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലൈൻറ്റ് പറയാം. അപ്പോൾ ഇവൻ അതിന് റിപ്ലൈ കൊടുക്കുകയാണ്, ജസ്റ്റ് ഡു വാട്ട് ഐ സെഡ്, ഫേക്ക് യുവർ ഏജ് ഫ്രം ഏജ് റെസ്ട്രിക്ഷൻ ലൈക്ക് പീപ്പിൾ ഡു ഇൻ കോൺസേർട്ട് എന്ന് പറഞ്ഞിട്ട് അതായത് പറയാൻ അതിന് ആൾക്കാർ കളിയാക്കുന്നുണ്ട്. ഡേവിഡ് ഹീസ് എ ബിഗ് പ്രൊമോട്ടർ ഓഫ് ലൈയിങ് അബൌട്ട് യുവർ ഏജ്, ബിഗ് പ്രൊമോട്ടർ ഓഫ് ലൈയിങ് അബൌട്ട് യുവർ ഏജ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. പിന്നെ ഇവൻ്റെ ഒരു മെയിൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഗോർ, ഈ പോണൊന്നും കാണരുത്, ഗോർ കാണുക, എനിക്ക് ഗോർ കാണുന്നതാണ് പോൺ കാണുന്നതിനേക്കാൾ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് അതും ചാറ്റിലുണ്ട്. ഐ ലവ് ഗോർ എന്ന് അവൻ തന്നെ പറയുന്നുണ്ട് കേട്ടോ, ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല. ബിഹേഡിങ് വീഡിയോസ്, തല വെട്ടിക്കളയുന്ന വീഡിയോസ്, ഗോറാണ് അവന് മെയിനായിട്ട് ഇഷ്ടം. അപ്പോൾ ആൾക്കാർ കളിയാക്കുന്നുണ്ട്, ഹി മേ ബി ജേർക്ക് ഓഫ് ടു പീപ്പിൾ ഗെറ്റിംഗ് ബിഹേഡഡ് എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. ഇവൻ ഭയങ്കര സംഭവമായിട്ട് കാര്യം പറഞ്ഞിരിക്കുന്നത്, ഞാൻ 14 വയസ്സുള്ളപ്പോൾ, എനിക്ക് 14 വയസ്സുള്ളപ്പോൾ ഈ കാർട്ടൽ എക്സിക്യൂഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ഈ മെക്സിക്കൻ കാർട്ടലുകാർക്ക് ആൾക്കാരെ കൊല്ലുന്നതൊക്കെ ഞാൻ റെഡിറ്റിൽ കണ്ടിട്ടുണ്ട് എന്ന് അവൻ പറയുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞില്ലേ, ഈ പണ്ടത്തെ ഈ ബില്ലി എലീഷിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഇല്ലേ, ഇങ്ങനെ കണ്ണിൽ കൂടെ ഇങ്ങനെ ചോര വരുന്നതും മറ്റേ ഒരു ഇതൊക്കെ വരുന്നതും, ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആ ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഭയങ്കര ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എൻ്റെ ഫാൻസിൻ്റെ ഇടയിൽ ഞാൻ ഭയങ്കര സംഭവമാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ പബ്ലിക്കായിട്ട് പറയാണ്, ഗോർ ഈസ് ബെറ്റർ ദാൻ വാച്ചിങ് പോൺ. ഗോർ എന്ന് പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കും, ഇങ്ങനത്തെ
ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇല്ല, ആൾക്കാരെ കൊല്ലുന്നതും തലവട്ടി കളിയുന്നതും ഈ ഐസിസിൻ്റെയൊക്കെ വീഡിയോസില്ലേ. പണ്ട് ഞാനോ കണ്ടിട്ടുണ്ട് ഐസിസിൻ്റെ വീഡിയോസ്, അവിടെ എന്തോ കണ്ടിട്ടുള്ളൂ. അതെങ്ങനെ കാണുക? ആർക്കും കാണാൻ പറ്റില്ല. അപ്പോൾ ഇവൻ പറയുന്നത് ഞാൻ അതൊക്കെയാണ് കാണുന്നത്, ഹൈ ഈ പോണ കാര്യം കാണും, ഞാനൊക്കെ മറ്റേ വലിയ വലിയ സംഭവങ്ങൾ ഞാൻ കാണുള്ളൂ, ഞാൻ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി പണിയായിട്ട് വരും, നോക്കിക്കോ. നിങ്ങൾ ഇൻ്റർനെറ്റിൽ അന്ന് തള്ളി മറിക്കുമ്പോൾ എല്ലാം ഒന്ന് ആലോചിച്ചോ, അതിപ്പോൾ ആരായാലും പണി കിട്ടും. സോങ് ക്രൈസിസ്, എനിക്ക് പാട്ട് ഞാൻ ഭയങ്കര സ്റ്റക്കാണ്, ആർട്ടിസ്റ്റിക് എനിക്കൊന്നും വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് 2024 ഓഗസ്റ്റിൽ, ഡേറ്റ് ശ്രദ്ധിക്കണം, 2024 ഓഗസ്റ്റിൽ ഇവൻ ഇങ്ങനെ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഡിസ്കോഡിൽ. അപ്പം അതിൻ്റെ അടിയിൽ ഡ്രോപ്പ് ദ വൺ വിത്ത് മിസ്സിംഗ് ഗേൾ സെലസ്റ്റ് റിവാസ് ഹെർണാൻഡസ് എന്നൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. സെലസ്റ്റിനെ കുറിച്ചുള്ള പാട്ടില്ലേ, അതുപോലെ ഡ്രോപ്പ് ദാറ്റ് വൺ എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി വേറൊരു ഇതിൻ്റെ അടിയിൽ കൂടെ വേറൊരു പെട്ടെന്ന് ഓർമ്മ വന്നത്, വേറൊരു ഫോട്ടോ വന്നിട്ടുണ്ട്. അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ എന്തോ ഒരു വാന്, അപ്പോൾ ഇവൻ്റെ ഒരു ഫാനിൻ്റെ കൂടെ ഫോട്ടോ എടുക്കണം. ആ ഫോട്ടോയിൽ വാനിൻ്റെ നമ്പർ പ്ലേറ്റ് കാണാം. നമ്പർ പ്ലേറ്റ് എന്താ അറിയോ? CLES 885. അവിടത്തേക്ക് നമ്പേഴ്സ് മാത്രമായിരിക്കില്ല, ഇങ്ങനെ കുറേ അക്ഷരങ്ങളും ഉണ്ടാവും. CLES എന്താണ് സെലസ്റ്റ്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ആൾക്കാർ ഇങ്ങനെ ഇത് മറ്റേ നോട്ടീസിങ് ഇല്ല, അതുപോലെ എന്ത് കേസ് ഉണ്ടെങ്കിലും അവസാനം എത്തുമ്പോൾ ജ്യൂസിലെത്തും. അതുപോലെ ഇവരെന്ത് ചെയ്താലും അവസാനം സെലസ്റ്റിലും സെപ്റ്റംബർ 7th എത്തും. അതുപോലെ ആൾക്കാർ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി, ആൾക്കാരെ പിടിച്ചാൽ കിട്ടില്ല. അപ്പം എൻ്റെ എല്ലാ പോസ്റ്റും എല്ലാ സംഭവം എടുത്ത് നോക്കണം. അങ്ങനെ ഇതൊക്കെ നമ്മുടെ മുന്നിലിട്ട് നമ്മൾ ആരും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ഇവരിങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ഇത് എന്തോ ഒരു റെഡ് കാർ, എന്തോ ഒരു സംഭവം, റെഡ് കാർ ബ്ലൂ കാർ, അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട്. അതായത് എത്ര റെഡ് കാർ ഉണ്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ വേണമെന്ന് വെച്ച് നോക്കുമ്പോഴാണ് കൂടുതൽ കാണുകയെന്നോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട്. പണ്ട് എന്തോ വായിച്ചതാണ്. അങ്ങനെ എന്തോ സംഭവം ഇല്ലേ, അതായത് ഇപ്പോൾ റോഡിൽ എത്ര റെഡ് കാർ ഉണ്ടെന്ന് നമ്മൾ നോക്കുമ്പോഴാണ് ഇത്രയും റെഡ് കാർ ഉണ്ടോ നമ്മൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇത് അതിനെ ശ്രദ്ധിക്കുകയില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു നോട്ടീസിങ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി എന്താണ് ഇവരുടെ ബാക്ക് സ്റ്റോറി, ഇവരെ എപ്പം മീറ്റ് ചെയ്തു എന്ന് ഇവരുടെ കൂടെയുള്ള ഇവരുടെ ഈ ഡിസ്കോഡിലും ഇവരുടെ കൂടെ ഫോർട്ട്നൈറ്റിൻ്റെ ഗെയിം കളിക്കുന്ന ഗെയിം റൂമിലൊക്കെ ഉണ്ടായിരുന്ന വേറൊരു ചങ്ങായി വന്നിട്ട് പറഞ്ഞ കാര്യമാണ്. ഇവർ 2021 ഫോർട്ട്നൈറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ടീമിൽ സെലസ്റ്റ് ഉണ്ടായിരുന്നു, ഡേവിഡ് ഉണ്ടായിരുന്നു. ഡേവിഡിന് അന്ന് വയസ്സ് 15, സെലസ്റ്റിന് അന്ന് വയസ്സ് 10, 20 എന്നൊക്കെ ഞാൻ പറയാൻ പറ്റും. 10 വയസ്സ്. 10 വയസ്സിൽ ആണ് ഡേവിഡ് ഇവർ ആദ്യമായിട്ട് മീറ്റ് ചെയ്ത്. ഈ ഒരു ഫോർട്ട്നൈറ്റ് കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ഈ 2 പേരുണ്ടായിരുന്നു. അന്നായിരിക്കും ഇവർ മീറ്റ് ചെയ്തത്. പിന്നെ അവിടെ നിന്നായിരിക്കും സെലസ്റ്റ് ഡിസ്കോഡിക്ക് പോലും, പിന്നെ ഡിസ്കോഡിൽ നിന്ന് സംസാരിച്ചിട്ട് പിന്നെ അവർ മീറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ. പിന്നെ അതായത് അതിലിങ്ങനെ പറയുന്നത് ഇവൻ ഭയങ്കര എഡ്ജിയാണ്. അതായത് ഹീ റേപ്ഡ് ഹെയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ജോക്കൊക്കെ ചെയ്യും ഈ ഡിസ്കോഡ് കളിക്കാൻ. അത് ഈ ഗെയിമിങ് ചാറ്റിലും എല്ലാവരും ഇങ്ങനെ ഭയങ്കര എഡ്ജി ആയിരിക്കും. ഈ N-വേർഡ് പറയലും ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനത്തെ റേപ്പ് ജോക്സും അങ്ങനത്തെ ജോക്കൊക്കെയാണ് അതിൽ പറയുക. കാരണം അത് മോണിറ്റർ ചെയ്യാനൊന്നും ആരും ഇല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ എന്ത് വേണമെങ്കിൽ പറയാമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ പിള്ളേരൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡാർക്ക് കോമഡിയൊക്കെ പറയില്ല, അതുപോലത്തെ പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിൽ ഇവരിപ്പോൾ ആലോചിച്ച് പറയുന്നത് അതിലിങ്ങനെ അവനെന്നെ റേപ്പ് ചെയ്തു എന്നൊക്കെ ഇവള് പറയും. പക്ഷെ അത് എന്നിട്ട് ചിരിക്കും. അപ്പോൾ അത് ഇനി ഫണ്ണി ആയിട്ട് എടുക്കണമെങ്കിൽ ഫണ്ണി ആയിട്ട് എടുക്കുക. പക്ഷെ ഇപ്പോൾ അത് ആലോചിക്കുമ്പോൾ ഇനിയിപ്പോൾ ശരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുമോ എന്ന് ആൾക്കാർക്ക് തോന്നുന്നു എന്നാണ് ഇവർ പറയുന്നത്. അത് എനിക്ക് അത്ര കാരണം ആ ഒരു പ്രായമല്ല. ആ ഒരു ഗെയിമിങ് ചാറ്റ് എന്ന് പറഞ്ഞാൽ ഗെയിം കളിച്ചവർക്കൊക്കെ അറിയാം. അത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വായി തോന്നിയതൊക്കെ പറയും. ആരും മോണിറ്റർ ചെയ്യില്ലാത്തതുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ സീരിയസ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എവിടെ നിന്ന് മീറ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് അതിൻ്റെ തെളിവ് കിട്ടി. അതാണ് സംഭവം.
ഇനി ഇവർക്ക് രണ്ടുപേർക്കും കൂടി ഒരു സ്പോട്ടിഫൈയിൽ പ്ലേലിസ്റ്റ് വരെയുണ്ട്. ആർക്ക്? സെലസ്റ്റിനും ഡേവിഡിനും. ഈ കൊളാബറേറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാമല്ലോ. ഈ രണ്ടുപേർക്കും കൂടി ഇങ്ങനെ പ്ലേലിസ്റ്റൊക്കെ ഉണ്ടാക്കി പബ്ലിക്കാക്കി വെക്കുക. അത് പബ്ലിക്കാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ മാണ്ടാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഇവിടെ കൊന്നു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം? ഇപ്പോൾ ഒരാൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇതൊക്കെ ഡിജിറ്റൽ ഫുട് പ്രിൻ്റ് ആയിട്ട് വരും. ഒരാൾ കൊന്നു, അപ്പോൾ എന്ത് ചെയ്യണം? ഇനി ഇവരുമായിട്ടുള്ള കണക്ഷനെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടി ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയണ്ടേ? അതും ചെയ്തിട്ടില്ല. സ്പോട്ടിഫൈ പ്ലേലിസ്റ്റ് ഇപ്പോഴും ഉണ്ട് എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. ഇനി അതായത് ഇവർ തമ്മിൽ ഗേൾ ഫ്രണ്ട് ആയിരുന്നു എന്നുള്ളതിനും കൂടെ ചാറ്റുണ്ട്. 2024 മാർച്ചിൽ, ഡേറ്റ് ആലോചിച്ചോ, ഒരു മാസം മുന്നേ മിസ്സിങ് ആവുന്ന, ഏപ്രിലാണ് മിസ്സിങ് ആവുന്ന, ഒരു മാസം മുന്നേ ഡിസ്കോഡ് ചാറ്റിൽ പറയുന്നുണ്ട് ഡേവിഡ് ഹാസ് എ ഗേൾ ഫ്രണ്ട്. അത് ഇവരല്ല പറയുന്നത്, വേറെ ആൾക്കാർ. ഡേവിഡ് ഹാസ് എ ഗേൾ ഫ്രണ്ട്, ഹെർ നെയിം ഇസ് സെലസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ ഗേൾ ഫ്രണ്ട് ആയിരുന്നു എന്നുള്ള ഇന്ന തെളിവും കൂടെയുണ്ട്. ആൾക്കാർ പറയും ഇതിപ്പോൾ നമ്മളും വേറൊരാൾ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ആണെന്ന് വേറൊരാൾക്ക് അറിയെങ്കിൽ അത് അങ്ങനെയല്ല അറിയുക. അപ്പോൾ നമ്മൾ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ആർക്കും അറിയില്ല. പക്ഷേ ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇവർ തമ്മിൽ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് പോലെ ആണെന്ന്. പിന്നെ വേറൊരു തിയറി, ഇതും കുറച്ച് ഡാർക്കായിട്ടുള്ളതാണ്. ഇവർക്ക് സെലസ്റ്റ് വാസ് പ്രഗ്നൻ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. ഷി വാസ് പ്രഗ്നൻറ്റ് വെൻ ഷി ഡൈഡ് എന്നോ, അല്ലെങ്കിൽ ആ പ്രഗ്നൻസി കൊണ്ടായിരിക്കും ചിലപ്പോൾ മരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. തെളിവ് നോക്കിക്കോ. രണ്ടുപേരും സെലസ്റ്റിൻ്റെ ഒരു 2-3 ഫോട്ടോസ് ഉണ്ട്. അതിൽ റിങ് ഇട്ടിട്ടുണ്ട്, എൻഗേജ്മെൻറ്റ് റിങ് പോലത്തെ റിങ് ഇട്ടിട്ടുണ്ട്. ആ സ്റ്റാറ്റു അതൊക്കെ ഉണ്ട് റിങ്ങിൻ്റെ ആ ഒരു ഫോട്ടോയിൽ. അപ്പോൾ കൺഫേമായി അത് അവളുടെ ആണെന്ന്. നവംബർ 2024 ഡേവിഡ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഡേറ്റ് ശ്രദ്ധിക്കണം, നവംബർ 2024. ഏപ്രിൽ മിസ്സിങ് കഴിഞ്ഞിട്ട് മാസങ്ങൾക്ക് ശേഷം പോസ്റ്റ് ചെയ്ത് ഹീ ആൻഡ് ഡേവിഡ് @ ടാഗ് ചെയ്തിരിക്കുന്നത് ഡിലീറ്റഡ് യൂസറിനാണ്. സെലസ്റ്റ് ആയിരിക്കും, ഡിലീറ്റ് ചെയ്തു. വി ഗോട്ട് എ കിഡ് ഓൺ ദ വേ, ഞങ്ങൾക്കൊരു കുട്ടി ജനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ്. ഇതൊരു തമാശയ്ക്ക് പറയുകയാണോ ശരിക്കും പറയുകയാണെന്നും അറിയില്ല. എൻഗേജ്മെൻറ്റ് റിങ്ങിൻ്റെ ഫോട്ടോ ഉണ്ട്. 6 മാസം മുന്നേ ഈ ഡിലീറ്റഡ് യൂസർ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ഷീ ഈസ് പ്രഗ്നൻറ്റ്, ഹൗ യു നോ എന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. മൈ ബെല്ലി ഈസ് ബിഗർ, അതായത് എൻ്റെ ബെല്ലിയിൽ ആരൊക്കെയോ ഇങ്ങനെ കുട്ടി ചവിട്ടുന്ന പോലെ ചവിട്ടുന്നുണ്ട്, എൻ്റെ ബെല്ലി ബിഗറാണ് എന്നാണ് സെലസ്റ്റ് ഈ ഡിസ്കോഡ് ചാറ്റിൽ പറയുന്നത്. വിത്ത് പ്രൂഫാണിത്. പിന്നെ അതിൽ വേറൊരു കാര്യം കൂടി ഈ ഡിലീറ്റഡ് യൂസർ പറയുന്നത്, എനിക്ക് പാരൻസ് ഇല്ല എന്ന് പറയുന്നുണ്ട്. അതിനർത്ഥം എന്താണ്? പാരൻസിൻ്റെ നിന്ന് ഓടി വന്നതാണല്ലോ, അപ്പോൾ പാരൻസ് ഇല്ല എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ഇനി ഇതുപോലെ ഡിസ്കോഡിൽ വേറൊരു ഇമേജിൽ ഒരു ഡേവിഡ് ഇട്ടൊരു ഇമേജ് ഉണ്ട് ലൈവ് സ്ട്രീമിൻ്റെ, അതിൻ്റെ സ്ക്രീൻഷോട്ട് എന്തോ ആണ്. അപ്പോൾ ഹൂ ഈസ് ദാറ്റ് ഗേൾ എന്ന് വേറൊരാൾ ചാറ്റിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡേവിഡ് റിപ്ലൈ ആണ്, ആർ യു ഫെഡ്, നിങ്ങൾ മറ്റേ FBI ആളാണോ, നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കളിയാക്കിയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ അന്ന് ഇത് കേട്ടപ്പോൾ അതെന്താ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് പറഞ്ഞുള്ള രീതിയിലായിരിക്കും അന്ന് കേട്ടത്. പക്ഷേ ഇപ്പോൾ ഇത് ആലോചിക്കുമ്പോൾ നിങ്ങൾ മറ്റേ FBI എന്നാണോ എന്നെ പിടിക്കാൻ വന്നാണോ എന്നുള്ള ആ ഒരു അണ്ടർ ഏജ് ഗേളാണ്. സെലസ്റ്റ് ഇരിക്കുന്നുണ്ട് സൈഡിൽ, അങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇനി ഇവരുടെ ഡിസ്കോഡിൽ വേറൊരു മൈലുണ്ട്. അത് ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. മോജി എന്ന് പറഞ്ഞിട്ടുള്ള യൂസർ നെയിമുള്ള ഒരുത്തൻ. അവനും ഇത് കണ്ട ഇവിടെ ഇതൊന്നും ആരും നോക്കുന്നില്ല, ആരും മോണിറ്റർ ചെയ്യുന്നില്ല എന്നാണ് ഇവരുടെയൊക്കെ ഒരു വിചാരം. അപ്പോൾ അതിലവൻ പറഞ്ഞിരിക്കുന്നത് ഐ ലൈക്ക് 7 and below, 11 വയസ്സ് ഇസ് ടു ഓൾഡ് ഫോർ മീ, വുമൻ ലെറ്റ് മീ കിൽ ദം ആൻഡ് ചോപ്പ് ദം അപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ഡാർക്കായിട്ടുള്ള ചാറ്റുകളും ഇങ്ങനെ കുറേ പോസ്റ്റുകളും ഡിസ്കോഡിൽ ആൾക്കാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ മോജി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡിസ്കോഡ് സെർവറിൻ്റെ ഓണറാണ്. അതും കണ്ടുപിടിച്ചു. ഈ മോജിയും ഡേവിഡായിട്ട് എന്താ ബന്ധം ചോദിച്ചു കഴിഞ്ഞാൽ, ഡേവിഡ് 2022 പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഈ ഡിസ്കോഡ് സെർവർക്ക് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ മോജി വന്നിട്ട് എനിക്കറിയാം ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് അന്നിട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഈ മോജി ഈ ഡിസ്കോഡിൻ്റെ സെർവറിൻ്റെ ഓണറായത്. മോഡറേറ്ററോ എന്തെങ്കിലും ആയിരിക്കും.
അവൻ്റെ തോന്നിവാസങ്ങളാണിത്. കുറേ ഒരു ഫാൻ തിയറി ഫാൻസുകാർ കണ്ടുപിടിച്ചത് ഈ മോജിയും ഡേവിഡും ഒരേ ആളാണെന്നാണ്. പിന്നീട് അത് മാറിയല്ല, മോജി വേറൊരുത്തൻ തന്നെയാണ്. അവൻ എന്തൊക്കെയോ മാപ്പോ എന്തൊക്കെയോ കോപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഓരോ വേണ്ടാത്തൊക്കെ പറഞ്ഞിട്ട്. ഇനി വേറൊരു കോൺസേർട്ട് ഫുട്ടേജ് ഉണ്ട്. ആ കോൺസേർട്ട് ഫുട്ടേജിൽ ഇവൻ ആദ്യം നമ്മൾ ഹോമിസൈഡ് ആ പാട്ടില്ലേ, അതായത് പാട്ടിൻ്റെ ലിറിക്സ്, റൊമാൻറ്റിക് ഹോമിസൈഡിൻ്റെ ലിറിക്സ് ഐ കിൽഡ് യു ഇൻ ബാക്ക് ഓഫ് മൈ മൈൻഡ് യു ഡൈഡ് എന്നാണ് ആ ലിറിക്സ്. പക്ഷെ ഇവൻ ബാക്ക് ഓഫ് മൈ കാർ യു ഡൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. ബാക്ക് ഓഫ് മൈ കാർ യു ഡൈഡ്, ബാക്ക് ഓഫ് മൈ മൈൻഡ് എന്നാണ് യു ഡൈഡ് എന്നാണ് ശരിക്കും ലിറിക്സിലുള്ളത്, ഈ റൊമാൻറ്റിക് ഹോമിസൈഡ് ലിറിക്സിലുള്ളത്. അവൻ പാടിയപ്പോൾ ചെറുതായിട്ട് മാറിപ്പോയി, ബാക്ക് ഓഫ് മൈ കാർ യു ഡൈഡ് ഇവിടെ കൊടുക്കാൻ കേട്ടില്ല. ഇനി വേറൊരു കോൺസെർട്ട് ഫുട്ടേജ് നോക്കിയോ. ഐ ഡോണ്ട് കെയർ അബൌട്ട് ദ ലോ വെൻ ഐ എം വിത്ത് യു ബിക്കോസ് ഐ വിൽ ബി ബ്രേക്കിംഗ് ഇറ്റ് ഓൾ ദ ടൈം. ഇതൊക്കെ അൺറിലീസ്ഡ് പാട്ടുകളാണ്. ഇത് അവൻ ഇങ്ങനെ ഇംപ്രവൈസ് ചെയ്ത് പാടുന്ന പോലത്തെ പാട്ടുകളാണ്. എനിക്ക് ലോനൊന്നും പേടിയില്ല എന്നാണ് അവൻ പറയുന്നത്. ഇനി വേറൊരു അൺറിലീസ്ഡ് ട്രാക്കിൻ്റെ ലിറിക്സ് കേട്ടോ. നോബഡി എവർ കോട്ട് മീ, ഐ സ്പോക്ക് ടു സൂൺ ഇൻ ദ ബാക്ക് ഓഫ് ദ പോലീസ് കാർ, ഐ ഫോർഗോട്ട് വാട്ട് എവർ ഐ നോ, ഐ ain't ടെല്ലിങ് നത്തിങ്, ഡു ദ സെയിം ഇഫ് ദേ ആസ്ക് യു അബൌട്ട് ഹർ. അവളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്നും പറയരുത്, ഞാനൊന്നും പറയുന്നില്ല, എന്നെ ആരും ഇതുവരെ പിടിച്ചിട്ടില്ല എന്നാണ് ഇവൻ ഒരു അൺറിലീസ്ഡ് ട്രാക്കിൽ ഇവൻ വന്ന് പാടുന്നത്. ഇവൻ പൈസ കൊടുക്കുന്നത് വരെ ഒരു ടിക്ടോക്കിൽ ഒരുത്തം വീഡിയോ ഒന്ന് പറയുന്നുണ്ട്. അതായത് ഈ കുറച്ച് ആൾക്കാർക്ക് ഇവൻ ഇങ്ങനെ അണ്ടർ ഏജ് ആയിട്ടുള്ള ഒരു പെൺകുട്ടീൻ്റെ കൂടെയാണെന്ന് അറിയാം. അതിനെ പറഞ്ഞിട്ട് ഇവൻ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ആൾക്കാർ ഇവന് പൈസ, ഈ ഡേവിഡ് വന്നിട്ട് പൈസ കൊടുക്കുന്നുണ്ട് ആ ആൾക്കാർക്ക്. അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് വിശ്വസിക്കാതിരിക്കാം. ടിക്ടോക്കിൽ ഒരു പയ്യൻ വന്ന് പറയുന്നതാണ്. ചിലപ്പോൾ അവന് വല്ല വ്യൂസ് കിട്ടാൻ വേണ്ടി പറയാമായിരിക്കും. പക്ഷെ എന്തോ അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ട്, അത് സത്യമാണ്. ഡേവിഡ് അത് ചിലപ്പോൾ നീ ഓട്ടോഗ്രാഫ് നീ കൊടുക്കുകയാണോന്ന് അറിയില്ല, പക്ഷെ ഒരു ഫോട്ടോ ഉണ്ട് ഇങ്ങനെ ഒരു ഷെയ്ഡി ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ വെച്ചിട്ട്. ഇനി ഒരു വീഡിയോ ഇപ്പോൾ വൈറലായിട്ടിരിക്കുന്നുണ്ട്. ജൂൺ 13, 2024 മിസ്സിങ് ആയിട്ടുള്ളതിൻ്റെ ഏപ്രിൽ മെയ് ജൂൺ 2 മാസം കഴിഞ്ഞിട്ട് ഡേവിഡും ഇങ്ങനെ ഒരു ബാക്ക് സ്റ്റേജിക്ക് കോൺസേർട്ട് കഴിഞ്ഞിട്ട് ബാക്ക് സ്റ്റേജിക്ക് പോകുന്നുണ്ട്. കൂടെ ഒരു പെൺകുട്ടിയുണ്ട്, കേർലി ഹെയർ ആയിട്ടുള്ള ഒരു പെൺകുട്ടി, എക്സാക്ട്ലി ലുക്സ് ലൈക്ക് സെലസ്റ്റ്. ബാക്ക് സ്റ്റേജിക്ക് 2 പേരിങ്ങനെ പോകുന്നൊരു സംഭവം. അതിൽ ഇവൻ്റെ കൂടെ ഒരു പെൺകുട്ടിയുണ്ട്, അത് സെലസ്റ്റാണെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇനിയാണ് വേറൊരു ഒരു സംഭവം, അത് ഞാൻ അവിടെ പ്ലേ ചെയ്യാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കിക്കോ. He's basically an agent of chaos and kind of my alter ego. And the story of the manga went like I was a detective and there was an evil version of myself that would kind of come out at random moments, kind of like Fight Club with Tyler Durden. And he would commit the crimes that I would have to solve as the detective. So like when I was as the detective, I'd be like solving murders that I'm committing myself. And it was like a cool little story. I didn't think anything would come of it. Like it was in the vault for like. ഇവൻ ഫൈറ്റ് ക്ലബൊക്കെ കോട്ട് ചെയ്ത് ഏതോ ഒരു മാങ്ക അനിമയുടെ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയണേ. എനിക്കൊരു ഈവിൾ ഓൾട്ടർ ഈഗോ ഉണ്ട്. ഇവൻ തന്നെ ഇൻ്റർവ്യൂവിൽ പറയും എനിക്കൊരു ഈവിൾ ഓൾട്ടർ ഈഗോ ഉണ്ട്. ആ ഈവിൾ ഓൾട്ടർ ഈഗോ ഓരോ കുറ്റങ്ങളും ഒരാൾക്കാരെ കൊല്ലും, ഓരോ കുറ്റങ്ങളൊക്കെ ചെയ്യും. അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ പോകണമെന്ന്. ഫൈറ്റ് ക്ലബിൽ പോലെയാണ് എനിക്ക് 2 വേർഷൻ ഉണ്ട് എന്നൊക്കെ ഇവനിങ്ങനെ ഭയങ്കര ഒരു സംഭവമായിട്ട് പറയാണ്. വാട്ട് ദ ഫക്ക്, ഇവനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമത്രേ ഇവൻ്റെ ഓൾട്ടർ ഈഗോ, ഈവിളായിട്ടുള്ള ഓൾട്ടർ ഈഗോ എന്തൊക്കെ കുറ്റങ്ങളാണ് ചെയ്തതെന്ന്. ഇനിയും തെളിവാണോ? അതാ പിടിച്ചോ. വിതേഡ് എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ ഒരു ഫസ്റ്റ് ആൽബം ഇല്ലേ, അതിൽ ഇൻവിൻസിബിൾ സ്റ്റിങ് തിയറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടുണ്ട്. അതിൽ ഇൻ്റർലൂഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ട്. അതിൽ ഇവളുടെ വോയിസ് ഉണ്ട്, മീഡിയ കൺഫേം ചെയ്തിട്ടുണ്ട് അത് ഇവളുടെ വോയിസാണ്. കേട്ടോ.
I loved you before I existed. I love you even when I die. Boom. ഇനി ഇപ്പോൾ ഇവൻ്റെ ലിറിക്സും ഇതൊക്കെ ആയിട്ട് കുറേ ബന്ധമുണ്ട് എന്ന് പറഞ്ഞില്ല. ഇതാ പിടിച്ചോ, ലിറിക്സിൻ്റെ കാര്യം പിടിച്ചോ. ഡേവിഡിൻ്റെ ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അൺറിലീസ്ഡ് ട്രാക്ക് ഉണ്ട്. അതിൽ ഓ ആർ യു സ്റ്റിൽ അണ്ടർ ദ കാർ, സ്റ്റേ വിത്ത് മീ, ഐ നോ ഇറ്റ്സ് മൈ ഫോൾട്ട്, ഓ ഗോഡ് ഐ എം ഹിയർ, കാൻ യു ടേക്ക് മീ ഇൻസ്റ്റഡ്, ഷീ ഡിഡ്ന്റ് ഡിസേർവ് ടു ഗോ. അവൾക്ക് മരിക്കാൻ സമയമായിട്ടില്ല, ദൈവമേ എന്നെ എടുത്തുകൂടെ, എന്തിനാണ് അവളെ എടുക്കുന്നത്. ആർ യു സ്റ്റിൽ അണ്ടർ ദ കാർ, അണ്ടർ ദ കാർ, ഷീ ഡൈഡ്, ഷീ ഡിഡ്ന്റ് ഡിസേർവ് ടു ഗോ, ടേക്ക് മീ ഇൻസ്റ്റഡ് ഗോഡ്. ബൂം, അടുത്ത തെളിവ്. എന്തോ ചെയ്യും. 2023 സെലസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് ഇറക്കിയിട്ടുണ്ട്, അൺറിലീസ്ഡ് ആണ് അതും. അതിൽ ഓ സെലസ്റ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ ലിറിക്സ് അതിലുണ്ട്. ഓ സെലസ്റ്റ്, the girl with my name tattooed on her chest, smell her on my clothes like cigarettes, I hear her voice each time I take breath, I'm obsessed. He's obsessed about this girl. Oh Celeste, afraid you will only love me when undressed, but you look so damn gorgeous in that dress. പിന്നെ ഈ ചങ്ങായി മൊത്തത്തിൽ ഒരു ഡാർക്കായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതായത് ഇവൻ്റെ മ്യൂസിക് ടൂറിൽ ഇവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പെർഫോമേറ്റീവ് ആയിട്ടാണ് നമ്മൾ അണ്ടർടേക്കറൊക്കെ മറ്റേ ശവപ്പെട്ടിയിൽ നിന്ന് എണീക്കില്ലേ, അതുപോലെ ഇവനൊരു ശവപ്പെട്ടി എൻ്റെ സ്റ്റേജിൽ കൊണ്ട് വെക്കുമത്ര, ഒരു എന്താ പറയുക സിംബോളിസമായിട്ട്. ഇവനിങ്ങനെ ഡാർക്കായിട്ടുള്ള മ്യൂസിക്കാണല്ലോ ഇവൻ്റെ മൊത്തത്തിൽ. അപ്പോൾ അതിന് ഇതാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നിങ്ങൾ ആരെയൊക്കെ മിസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവൻ്റെ ലെറ്ററൊക്കെ എഴുതിയിടുകയെ അങ്ങനെ എന്തൊക്കെയോ ഒരു സംഭവമൊക്കെ ഉണ്ട് ഇവൻ്റെ മൊത്തത്തിൽ. ഇതൊക്കെയാണ് അവൻ ചെയ്യുന്നത്. വിയേർഡ് ഗൈ ആണെന്ന് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഇനി അപ്പം നമുക്കൊരു സംശയം, അപ്പോൾ എനിക്കൊരു സംശയം തോന്നിയിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ഒരു പെൺകുട്ടിയായിട്ട് ബന്ധമുണ്ട് പറയുന്നു, ഇവനെ ഭയങ്കര ഓൺലൈനിലുള്ള ചങ്ങായാന്ന് പറയുന്നു. അപ്പോൾ ഇവർ തമ്മിൽ ഫോട്ടോസും ബാക്കിയൊന്നും ഇല്ലേ? ഇപ്പോൾ ആർക്കാരും സംശയം തോന്നില്ല, എന്താ നിങ്ങൾ ഇത്രയും ബന്ധമാണെന്ന് പറയുന്നു, അപ്പോൾ നിങ്ങൾ തമ്മിൽ ഫോട്ടോസൊന്നും ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അടിച്ച് നോക്കിയപ്പോഴാണ് ഫോട്ടോസ് ഇഷ്ടം പോലെ ഉണ്ട്. ഡേവിഡ് ആൻഡ് സെലസ്റ്റ് ഡിഡ് നോട്ട് ലെറ്റ് മീ സ്ലീപ്പ് എന്ന് പറഞ്ഞിട്ട് വേറൊരുത്തൻ, ഇത് ഇവർ ഫേസ് ടൈം എന്തോ ചെയ്യാണ്. അപ്പോൾ വേറെ ഏതോ ഒരു ചങ്ങാതിനാണ് ഫേസ് ടൈം ചെയ്യണം. അവൻ ഒരു സ്ക്രീൻഷോട്ട് ഇട്ടിക്കുക, ഇവർ രണ്ടുപേരും എന്നെ ഉറങ്ങാൻ വിടുന്നില്ല, ഫുൾ ടൈം എന്നെ ശല്യപ്പെടുത്തുന്നു, അല്ലെ തമാശയ്ക്ക് ശല്യപ്പെടുത്തുന്നു, എപ്പോഴും ഫേസ് ടൈം ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഫേസ് ടൈം ചെയ്യുന്നതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ട്, അതിൽ ഇവർ രണ്ടുപേരുണ്ട്. പിന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച് മറയ്ക്കുന്ന പോലത്തെ മറിച്ച് ബാഗ് ഇങ്ങനെ മറച്ചിട്ട് സെലസ്റ്റിനെ മുഖം ഇങ്ങനെ ബാഗ് മറച്ചിട്ട് ഇവൻ ഇപ്പുറത്ത് നിൽക്കുന്ന പോലത്തെ ഒരു ഫോട്ടോ ഉണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ഫോട്ടോ ഉണ്ട്, അതിലും ഇവർ രണ്ടുപേരും ഉണ്ട്. ഇങ്ങനെ കുറേ ഫോട്ടോസ് ഇവർ തമ്മിലുണ്ട്. ഇവരുടെ സ്ട്രീമിങ്ങിൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ട് ഡിസ്കോഡിൽ. അങ്ങനെ ഇവർ തമ്മിലുള്ള കുറേ തെളിവുകളുണ്ട്. അല്ലാണ്ട് വെറുതെ പറയുന്നതല്ല അവന് സെലസ്റ്റുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ, ശരിക്കും ഉള്ള തന്നെയാണ്. ഇനി വേറെ വിയേർഡായിട്ട് ഇനി കുറച്ച് ഇപ്പോൾ നമ്മൾ അവസാന ഭാഗത്തേക്ക് എത്തി, അപ്പോൾ നമുക്കിങ്ങനെ കുറച്ച് വിയേർഡ് സംഭവങ്ങളൊക്കെ നോക്കണം. എനിക്കെന്നെ ഇതൊക്കെ 10-13 വയസ്സുള്ള കുട്ടികളാണ്. സെലസ്റ്റിൻ്റെയും സെലസ്റ്റിൻ്റെ ഒരു പെങ്ങളുണ്ട്, അവർ തമ്മിലുള്ള ഒരു ചാറ്റിൽ ലീക്കായിട്ടുണ്ട്. പെങ്ങൾ തന്നെ പോസ്റ്റ് ചെയ്താണോ അങ്ങനെ എന്തോ ആണ് സംഭവം. അതിൽ പറയുന്നത് ആർ യു സ്റ്റിൽ ഗോണ ടോക്ക് ടു ഡേവിഡ് ഓർ ഗോ ബാക്ക് വിത്ത് ഹിം, ഐ ഡോണ്ട് വാണ്ട് എനി ട്രബിൾ വിത്ത് ഹിം ഫോർ യു എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് നീ അവൻ്റെ കൂടെ പോവുകയാണോ, എന്താണ് സംഭവം, എനിക്ക് നിങ്ങളായിട്ട് ഇനി വെറുതെ പ്രശ്നത്തിലൊന്നും ഇവിടെ ഇടാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതല്ല വിയേർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ബ്ലീഡ്, മറ്റേ ബാറ്റ്മാൻ ചോദിക്കുന്ന പോലെ യു ബ്ലീഡ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞ ഫസ്റ്റ് ടൈം ഐ ഓൺലി ബ്ലഡ് വിത്ത് ഡേവിഡ് എന്നൊക്കെ പറയുന്നുണ്ട്. ബ്ലഡ് വിത്ത് ഡേവിഡ് എന്ന് മനസ്സിലായല്ലോ, വെർജിനിറ്റിൻ്റെ സംഭവമാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഐ വാസ് ജസ്റ്റ് ഡ്രങ്ക് ആൻഡ് ഹി ഗോട്ട് മാഡ് അറ്റ് ഫസ്റ്റ് ടൈം ഫോർ നോട്ട് ഹാവിങ് സെക്സ് വിത്ത് ഹിം എന്ന് വ്യക്തമായിട്ട് സെലസ്റ്റ് പറയുന്നുണ്ട്. അതായത് സെക്സ് ചെയ്യാൻ സമ്മതിച്ചില്ല, അതിന് അവൻ ദേഷ്യപ്പെട്ടു എന്നും പറയുന്നുണ്ട്. ഇനി വേറൊരു വലിയൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ മിസ്സിങ് പോസ്റ്ററിൽ ഇങ്ങനെ നമ്മൾ എഴുതുമല്ലോ, ഇന്ന ഡ്രസ്സ് ഇട്ടിട്ടാണ് കാണാതായത്, ഇതിൻ്റെ കയ്യിൽ ഇന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന്. അതിൽ പറയുന്നത് ഗ്രേ പാൻസ് ബ്ലാക്ക് സ്വെറ്റർ
ഹലോ കിറ്റി സാൻഡിൽസ് എന്ന് പറയുന്നുണ്ട്. ഹലോ കിറ്റി എന്ന് പറഞ്ഞാൽ അറിയാലോ ആ ഒരു സംഭവം, പൂച്ചയുടെ സംഭവം. അതിൽ ഹലോ കിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ സാൻഡിൽസ് ഇട്ടിട്ടുണ്ട് ഈ പെൺകുട്ടി എന്ന് ആ മിസ്സിങ് പോസ്റ്ററിൽ പറയുന്നുണ്ട്. ഡേവിഡ് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഇങ്ങനെ മറ്റേ നോൺ ചെലൻറ്റ് ഫോട്ടോ ഇല്ലേ, ഇങ്ങനെ മുകളിൽ നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കുക, എന്നിട്ട് പാർട്ട്ണറിൻ്റെ ഫേസ് കാണിക്കാണ്ട് ബാക്കി കായും കായലൊക്കെ കാണിക്കുക, അതുപോലത്തെ ഒരു ഫോട്ടോ ആണിത്. അതിൽ ഈ ആ പെൺകുട്ടി ഇട്ടിരിക്കുന്നത്, അതായത് സെലസ്റ്റാണോ ആരോ ഒന്നും അറിയില്ല, ഫേസ് കാണിക്കുന്നില്ല. ആ ഇട്ടിരിക്കുന്ന ഫോട്ടോയിൽ ഹലോ കിറ്റിൻ്റെ സാൻഡൽസ് ആണുള്ളത്. ഡയറക്റ്റ് ബന്ധം. സെലസ്റ്റിനെ കാണാനില്ല, അന്ന് ഇട്ട ഡ്രസ്സിനെ ഡിസ്ക്രിപ്ഷൻ മിസ്സിങ് പോസ്റ്ററിലുണ്ട്, അതിൻ്റെ അതേ സംഭവമാണ് ഇവൻ ഇട്ടിരിക്കുന്ന ഫോട്ടോ. പിന്നെ വേറെ സംഭവം കൂടി എല്ലാവരും പറയുന്നുണ്ട്. ഇവൻ ഇപ്പോൾ താമസിക്കുന്ന ഈ ലോസ് ആഞ്ചലസിലെ ഈ മാൻഷനിൽ ഈ സെലസ്റ്റിനെ 2 തവണ മിസ്സിങ് ആയിട്ടുണ്ട്. ഒരു തവണ ഫെബ്രുവരിയിൽ കുറച്ച് ദിവസം മിസ്സിങ് ആയിട്ടുണ്ട്, എന്നിട്ട് അവൾ വീണ്ടും മടങ്ങി വീട്ടിലേക്ക് പോയി. പിന്നെ തിരിച്ച് ആദ്യ ഏപ്രിലാണ് മൊത്തമായിട്ട് മിസ്സിങ് ആയത്. അപ്പോൾ ഇവൻ്റെ ഇപ്പോഴത്തെ ഈ ലോസ് ആഞ്ചലസിൽ ഒരു റെയ്ഡ് ചെയ്തു എന്ന് പറഞ്ഞില്ല, ആ ഒരു മാൻഷനിൽ, ഹോളിവുഡ് ഹിൽസിലെ മാൻഷനിൽ, അത് ഇവൻ അവിടെ താമസിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് ഫെബ്രുവരി തൊട്ടാണ്. ഫസ്റ്റ് മിസ്സിങ് ആയ ആ ഒരു സമയത്താണ് ഇവൻ അവിടെ താമസിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഒരു കണക്ഷൻ ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവൻ്റെ എവിഡൻസ്. ഇനി ഇവൻ്റെ മാസ്റ്റർ മൈൻഡ്, ഇപ്പം ഭയങ്കര ബുദ്ധിമാനാണെന്ന് എനിക്ക് തോന്നിയത് ഒരു സംഭവമാണ്. അതായത് ഒരു വീഡിയോ ഉണ്ട്, അത് സ്ട്രീമിങ്, വേറൊരുത്തൻ സ്ട്രീം ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഈ IRL സ്ട്രീം എന്ന് പറയില്ല, ഇൻ റിയൽ ലൈഫ്. അത് ഇവരിങ്ങനെ ഓരോ സ്ഥലത്ത് പോവുക, അപ്പോൾ അതിനെയൊക്കെ പിന്നാലെ ഒരുത്തൻ ക്യാമറ പിടിച്ചിട്ട് സ്ട്രീം ചെയ്യുക, അതാണല്ലോ IRL സ്ട്രീം. അതിൽ ഇവൻ പോകുന്ന വേറൊരുത്തൻ്റെ ആണ് വീഡിയോ. അപ്പോൾ അതിൽ ഇവനും വരുന്നുണ്ട്, ഇവൻ്റെ കൂടെ ഒരു പെൺകുട്ടിയുണ്ട്. ഓക്കെ, അതും നമ്മൾ ആ മ്യൂസിക് വീഡിയോയിൽ പറഞ്ഞില്ലേ, അതേപോലെ കാണാൻ സെലസ്റ്റിനെ പോലെ തന്നെ. കാണാൻ മാത്രമാണോ സെലസ്റ്റിനെ പോലെ? അല്ല, പേരും സെലസ്റ്റിനെ പോലെ. സെലസ്റ്റ് ഹെറേറ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. ആ പെൺകുട്ടിക്ക് 23 വയസ്സുണ്ട്. ആലോചിച്ച് നോക്ക്. സെലസ്റ്റ് ഹെറേറ എന്നുള്ള പെൺകുട്ടി 23 വയസ്സ്. നമ്മുടെ മരിച്ച സെലസ്റ്റ് റിവാസ് ഹെർണാണ്ടസ്, രണ്ടുപേരും മെക്സിക്കനാണ്, 15 വയസ്സ്. ആക്ച്വലി ദർ ഈസ് 2 സെലസ്റ്റ്. ഇവൻ്റെ പോസ്റ്റുകൾക്ക് താഴെ ഇവൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആൾക്കാർ കണ്ടുപിടിച്ചു സെലസ്റ്റ് ഹെറേറ എന്ന് പറഞ്ഞിട്ടുള്ള പെൺകുട്ടീനെ. എൻ്റെ പ്രൊഫൈലൊക്കെ കണ്ടുപിടിച്ചു ആൾക്കാർ. അപ്പം നമ്മൾ എന്താ ഇവിടെ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ഈ സെലസ്റ്റായിട്ട് ഒബ്സസ്ഡ് ആയിട്ട് സെലസ്റ്റിൻ്റെ പേരും സെലസ്റ്റിനെ പോലെ തന്നെ കാണാനുള്ള ഒരു പെൺകുട്ടിനെ ഇവൻ്റെ കൂടെ ഈ സ്ട്രീമിങ്ങിന് കൊണ്ടു നടക്കുക. എന്നിട്ട് ആൾക്കാർ പറയുന്നത് ഈ ഒറിജിനൽ സെലസ്റ്റിനെ അവൻ ഈ പുറമെ ഈ IRL സ്ട്രീമിനും മറ്റേ സ്ട്രീമിനൊന്നും പബ്ലിക്കായിട്ട് കൊണ്ടുവരില്ല. ഞാൻ അതാ നേരത്തെ പറഞ്ഞത്, ഇവർ തമ്മിൽ സ്ട്രീം ചെയ്തു, അതിലിങ്ങനെ ആർവേഡ് കിഡ്സിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ, അത് പബ്ലിക്കായിട്ടുള്ള സ്ട്രീമല്ല. അത് ഡിസ്കോഡിൽ ഇവരുടെ തന്നെ ഡിസ്കോഡിൽ ഇവരെന്തോ സ്ട്രീം ചെയ്ത സംഭവമാണ്. അവിടെ ആകുമ്പോൾ ഇവൻ്റെ ഫാൻസും ബാക്കിയുള്ള ആൾക്കാർ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അവിടെയാണ് ഇവൻ്റെ മാസ്റ്റർ മൈൻഡ് വർക്ക് ചെയ്യുന്നത്. ആ പെൺകുട്ടിയുടെ പേര് ഒറിജിനലി സെലസ്റ്റ് അല്ല എന്നും ആൾക്കാർ പറയുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയോ കേട്ടു. ശരിക്കുള്ള സെലസ്റ്റ് അല്ല ഈ പെൺകുട്ടി, ഇത് വേറെന്തോ പേരാണ്. പക്ഷെ പിന്നെ പേര് മാറ്റി ഇവൻ്റെ കൂടെ കൂടിയതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പബ്ലിക് സ്ട്രീമിലൊക്കെ ഈ പെൺകുട്ടിക്ക് പകരം ഈ പെൺകുട്ടീനെ പോലെ തന്നെ. ആകുള്ളൊരു വ്യത്യാസം നമുക്ക് കാണാൻ മനസ്സിലാവുന്നത് വെച്ച് കഴിഞ്ഞാൽ, മരിച്ചുപോയ സെലസ്റ്റിന് ചുരുണ്ട മുടിയാണ്, കേർലി ഹെയറാണ്. ഈ പെൺകുട്ടിക്ക് നല്ല ലോങ് ഹെയറാണ്, നീളമുള്ള ഹെയർ പോലത്തെ. അതാണ് ആകുള്ള വ്യത്യാസം. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നേരത്തെ ഞാൻ കോൺസേർട്ടിൽ സെലസ്റ്റ് ആണെന്ന് പറഞ്ഞില്ലേ, ബാക്ക് ഡോർ തുറന്ന് പോകുന്നത്, ബാക്ക് സ്റ്റേജിൽ ഒരു വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ നമുക്ക് എങ്ങനെയാണ് ഈ സെലസ്റ്റ് ഹെയർ അല്ല അതെന്ന് മനസ്സിലായത്? അത് കേർലി ഹെയറാണ്. സിമ്പിൾ. രണ്ടുപേരും കാണാൻ ഒരേപോലെ ഇരിക്കും. ഇതിന്ന് നമുക്ക് മനസ്സിലാവേണ്ടത് ഹീസ് ഒബ്സെസ്ഡ്. അവൻ്റെ ലിറിക്സ് പോലെ തന്നെ ഹീസ് ഒബ്സെസ്ഡ് വിത്ത് ദാറ്റ് ഗേൾ. അവൻ്റെ കൂടെ ഒരു ഡോപ്പിൾഗാങ്ങറിനെ കൊണ്ടുവന്നിട്ട് പബ്ലിക്കിൻ്റെ മുന്നിൽ ഇതാണ് സെലസ്റ്റ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ പിന്നെ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലും ഇത് ആ സെലസ്റ്റ് അല്ല ഈ സെലസ്റ്റാണെന്ന് പറയാൻ വേണ്ടിയിട്ട്.
ചുരുണ്ട മുടി കൊണ്ട് മാത്രമാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇതാണ് ആ മാസ്റ്റർ മൈൻഡ് എന്ന് ഞാൻ പറഞ്ഞ സംഭവത്തിൻ്റെ കാര്യം. ഇനി ഇവൻ്റെ അതായത് ഇത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഒരു പെൺകുട്ടിനെ കാണാനില്ല. ഇപ്പോൾ ഇവൻ്റെ അമ്മയ്ക്ക് നേരത്തെ ഡേവിഡാണ് ബോയ് ഫ്രണ്ട് എന്ന് അറിയാമെങ്കിൽ ഇപ്പോൾ പെങ്ങൾക്ക് ഇത്രയും ഈ ഡേവിഡിൻ്റെ കാര്യമൊക്കെ ചാറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവർക്ക് കുടുംബത്തിലുള്ളവർക്ക് അറിയാം. ഇപ്പോൾ സെലസ്റ്റ് എന്ന മരിച്ച പെൺകുട്ടിയുടെ കുടുംബത്തിലുള്ളവർക്ക് അറിയാം ഇങ്ങനെ ഡേവിഡായിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ടെന്ന്. അപ്പോൾ അവർ അവൻ്റെ എതിരെ കേസോ അവൻ്റെ എതിരെ ഒന്നും കൊടുക്കാൻ പോയിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു സംഭവം വരുന്നുണ്ട്. ഇവരെല്ലാം അറിഞ്ഞിട്ടാണ് ദേ ആർ ഗെറ്റിംഗ് പെയ്ഡ് ബൈ ഡേവിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം വരുന്നുണ്ട്. അങ്ങനെ ഒരു നറേറ്റീവും കുറച്ച് പേര് ആൾക്കാർ ഇവർക്ക് ഇവരുടെ ഒക്കെ അടുത്തുള്ള കുറച്ച് ആൾക്കാർ ഇങ്ങനെ കമൻസ് ആയിട്ടും ഇതായിട്ട് ഇട്ടിട്ടുണ്ട്. അതായത് സെലസ് പാരൻസ് ന്യൂ അബൌട്ട് ദെയർ റിലേഷൻഷിപ്പ് ആൻഡ് ദേ കെപ്റ്റ് സൈലൻറ്റ് ബിക്കോസ് ദേ ആർ ഗെറ്റിംഗ് പെയ്ഡ്. അവർക്ക് പൈസ ഇട്ടിട്ടുണ്ട്, ഒരു മിണ്ടാണ്ട് ഇരുന്നു എന്നും പറയുന്നുണ്ട്. അല്ല, അത് ഒരു ലോജിക്കല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇപ്പം ഇത്രയും തെളിവുണ്ട്. സെലസ്റ്റിൻ്റെ പെങ്ങളുടെ അടുത്ത് ഇവർ ഡേവിഡ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡേവിഡിന് വേണ്ടി ബ്ലീഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. വെർജിനിറ്റി എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കറിയാം ഡേവിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോയ് ഫ്രണ്ടും ഉണ്ട് എന്ന് അറിയാമെങ്കിൽ എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഇന്ന ആളൊന്ന് അന്വേഷിക്കുക എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അവരുടെ ഭാഗത്തുനിന്ന് നീ ചെയ്യണ്ടേ? ഒരു മകളെ കാണാനില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും മിണ്ടാണ്ടിരിക്കുക ചെയ്യുക. അതാണ് സംഭവം. അപ്പോൾ ദർ പാരൻസ് ആർ നോട്ട് ദാറ്റ് ഇന്നസെൻറ്റ്. അവർ കുറച്ച് ഷെയ്ഡി ആണെന്നുള്ള ഒരു സംഭവം വരുന്നുണ്ട്. എനിക്കും അത് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. പൈസ വാങ്ങിച്ചോ ഇല്ല എന്നൊന്നും അറിയില്ല, പക്ഷേ സംതിങ് ഈസ് ഗോയിങ് ഓൺ. ദേ ന്യൂ ചാൻസസ് ആർ ദർ. പിന്നെ ഇപ്പോൾ പുതിയൊരു തെളിവ് വരുന്നത് മറ്റേ CCTV വന്നിട്ടുണ്ട്. അതിൽ ഈ മറ്റേ ലോസ് ആഞ്ചൽസിലെ വീട്ടിൽ നിന്ന് സെലസ്റ്റിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് മരിക്കുന്നതിൻ്റെ കുറച്ച് ദിവസം മുന്നേ വരെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീഡിയ റിപ്പോർട്ടും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ റിപ്പോർട്ടുകളും ഈ എവിഡൻസസും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് എൻഡ്ലെസ് ആണ്. ഇവൻ കുടുങ്ങും ഉറപ്പാണ്. പക്ഷേ കോടതിയൊക്കെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ല പൈസ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ പൈസയും സ്വാധീനമൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ രക്ഷപ്പെട്ടാലും രക്ഷപ്പെടും. ഡിഡി വരെ രക്ഷപ്പെട്ടിരിക്കും. പിന്നെയാണ് ഇപ്പോൾ ഇവന്. പക്ഷെ ഇവന് അത്ര ഹോൾഡില്ല. എൻ്റെ ഫാൻസും ബാക്കിയുള്ളവരൊക്കെ ജൻസിക്കാരാണ്. ഓൺലൈനിൽ വല്ലതും ഉണ്ടെങ്കിൽ അവർക്ക് തപ്പി കണ്ടുപിടിക്കും. ബാക്കിയുള്ള ഈ പൊളിറ്റിക്കൽ പവറും മറ്റേ സംഭവങ്ങളൊന്നും ബ്ലാക്ക് മെയിലിങ് അങ്ങനത്തെ സംഭവമൊന്നും ഉണ്ടാവില്ല. അത്രയ്ക്ക് ഉള്ള വിവരവും ആയിട്ടില്ല. ആകെ ചെക്കിന് 20 വയസ്സേ ഉള്ളൂ. 20 വയസ്സുള്ള പയ്യൻ്റെ ഒരു വിവരം ആലോചിച്ച് നോക്ക്. കൂടിപ്പോയാൽ എന്ത് ചെയ്യും? ഇതുപോലെ ഡോപ്പിൾ ഗാംഗറിനെ കൊണ്ടുവന്നിട്ട് കൂടെ നിർത്തും. അപ്പോൾ കേസ് വന്നാലും പെടാണ്ടിരിക്കാൻ ഇത് ആ സെലസ്റ്റ് അല്ല ഈ സെലസ്റ്റാണെന്ന് പറയാൻ വേണ്ടിയിട്ട്. ബാക്കി 20 വയസ്സുകാരൻ്റെ ബുദ്ധി ഉള്ളൂ ചെക്കന്. ഭയങ്കര സിംബോളിക്കായിട്ട് കാറിൽ ഡെഡ് ബോഡി കയറ്റുന്ന മ്യൂസിക് വീഡിയോ ഒക്കെ ഇവൻ തന്നെ എടുത്തിട്ടിരിക്കുക. ഇങ്ങനെയുണ്ട് ഒരു മണ്ടാൻ. അതാണ് നമുക്കിവിടെ പറയാനുള്ളത്. വീഡിയോ കഴിഞ്ഞു. ഒരു ഫണ്ണായിട്ടുള്ളൊരു സംഭവമായിരുന്നു. കുറേ കാലം കുറേ ഡാർക്കുള്ള ടോപ്പിക്കൊക്കെ പറഞ്ഞ് മതിയായി. ഇതും ഡാർക്കൊക്കെ തന്നെ, പക്ഷേ ഓരോ ഫൈൻഡിങ്സ് ഇവരെങ്ങനെ കണ്ടെത്തി എന്നുള്ളതാണ് അതിനെ കുറച്ച് ഫണ്ണാക്കുന്നത്. കാരണം ഇതൊന്നും അല്ലെങ്കിൽ ചിലപ്പോൾ പോലീസുകാർക്ക് ഇത് കിട്ടുകയില്ല. ഈ ഡിസ്കോഡ് സെർവറിൽ ചാറ്റ് ലീക്കാക്കാൻ ഡിസ്കോഡ് സെർവറിൻ്റെ ഉള്ളതിൽ ആൾക്കാർ വിചാരിക്കണ്ടേ. അവരെല്ലാവരും കൂടി ഇപ്പോഴും മിണ്ടാണ്ടിരുന്നല്ലോ, പണ്ട് മിണ്ടാണ്ടിരുന്ന പോലെ. അത് ചെയ്യാതെ ഇപ്പോൾ വല്ല പുറത്ത് വിട്ടുകൊണ്ട് ഇപ്പോൾ നമ്മളെല്ലാവരും കാര്യങ്ങൾ അറിയുന്നു. ഇവർ തമ്മിലുള്ള ബന്ധം ഇവർ എത്ര കാലം മുന്നേ അറിയുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ അറിയണു. അത്രേ ഉള്ളൂ. ഇതാണ് സംഭവം. വീഡിയോ കഴിഞ്ഞു. എന്തെങ്കിലും വീഡിയോ സജഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. നമുക്കൊരു ഡിസ്കോഡ് സെർവർ സ്റ്റാർട്ട് ചെയ്യണം, നോക്കാം. അവസാനം ഞാൻ തന്നെ അതിൽ പെടുന്നുണ്ട്. ഞാൻ പിന്നെ അങ്ങോട്ട് ചെയ്യാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം.